എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1132 ദിവസം. ഇന്നത്തെ മലയാളം സെഷൻ പ്രോഗ്രാമിൽ നമ്മുടെ ഡോക്ടർ വേണുഗോപാൽ റെഡ്ഡിയാർ സാർ നയിക്കുന്ന ഒരു ക്ലാസ് ആണ്. ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഡോക്ടർ വേണുഗോപാൽ സാറ് ഒരുപാട് നമ്മുടെ ഇന്റർനാഷണൽ തലത്തിലൊക്കെ ഒരുപാട് സ്റ്റഡി ചെയ്യുകയും ഒരുപാട് ഡിഗ്രികളൊക്കെ എടുക്കുകയും ചെയ്ത വ്യക്തിത്വമാണ്. സാറ് ഇന്നത്തെ ക്ലാസ് മനസമാധാനം എന്നുള്ള വിഷയത്തിലാണ് സാറ് ക്ലാസ് എടുക്കുന്നത്. ഇന്ന് എല്ലാവർക്കും ഇല്ലാത്തതും മനസമാധാനമാണ്. സാറ് മനസമാധാനം ഉണ്ടാകുവാൻ വേണ്ടി എന്തൊക്കെ ടെക്നിക്കുകളും അറിവുകളുമാണ് നമുക്ക് പറഞ്ഞു തരുന്നതെന്ന് നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ വളരെ ആദരപൂർവ്വവും സ്നേഹപൂർവ്വവും സാറിനെ സ്വാഗതം ചെയ്യും. സാറെ, ക്ലാസ് തുടങ്ങും. സാർ മ്യൂട്ടാണ് സാർ, അൺമ്യൂട്ട് ചെയ്യണേ. ഓക്കെ. Good evening, friends. Okay. Let me first make sure that the slide is visible. ആദ്യത്തെ സ്ലൈഡ് ഞാൻ കാണിക്കട്ടെ. Is this slide visible? Sir. Yes. Okay, good. I think that you are recording this one, right? Recording ഉണ്ടല്ലോ. Yes, recording. Okay. First thing, മനസ്സിന് സമാധാനം. മനസ്സിന് സമാധാനമാണ് ഇന്ന് ആർക്കും ഇല്ല എന്ന് പറഞ്ഞ ആദ്യത്തെ എന്നെ വെൽക്കം ചെയ്ത ഡോക്ടർ ഷൈല പറഞ്ഞു. ആർക്കും ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല, മെജോറിറ്റിക്ക് ഇല്ല. മൈനോറിറ്റി ഒരു ഗ്രൂപ്പിനുണ്ട്. ഞാൻ ആ ഗ്രൂപ്പിൽ പെടുന്ന ആളാണ്. ഒരു ടോക്ക് ഞാൻ കൊടുക്കുന്നതിന് മുമ്പേ ഞാൻ ആദ്യം ഐ മേക്ക് ഷുവർ ദാറ്റ് ഈസ് ഞാൻ ആ പറയുന്ന ആ സബ്ജക്റ്റിനോട് 100% ഞാൻ നീതി പുലർത്തണം. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യത്തിനെ കുറിച്ച് ഞാനൊന്നും സംസാരിക്കാറില്ല. ആദ്യത്തെ നമ്പർ 1, ഇന്ന് ഒരുപാട് പേരുണ്ട്, എല്ലാവരും അല്ല, ഒരുപാട് പേരുണ്ട്. അവർ ഒരുപാട് പ്രീച്ചേഴ്സ് ആണ്, ഇങ്ങനെ ഉപദേശിക്കും. പക്ഷെ അവരവരുടെ സ്വന്തം ലൈഫിൽ, ഏത് പേഴ്സണൽ ലൈഫ് ഓർ പ്രൊഫഷണൽ ലൈഫിൽ അത് ഒന്നും തന്നെ അപ്ലൈ ചെയ്യാത്തവരാണ്. ഇനി ഇന്നത്തെ സെഷൻ വന്നിട്ട് ഐ ഇന്റന്റ് ടു ഇതിനൊരു 45-50 മിനിറ്റ് കൊണ്ട് ഇത് പ്രസന്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പ്രസന്റേഷൻ ടൈമിൽ നമ്മൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ ത്രൂ ദി ചാറ്റ് ബോക്സ് ആയിരിക്കും. ഞാൻ ഇടയ്ക്കും മറയ്ക്കും ജസ്റ്റ് ഉറപ്പുവരുത്താനായിട്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്നതെല്ലാം നന്നായിട്ട് മനസ്സിലായോ എന്ന് എനിക്കറിയണം. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമോ അറിഞ്ഞുകൂടെയോ, അതിനുവേണ്ടി ഞാൻ ചോദിക്കുമ്പോൾ യെസ് ഓർ നോ എന്നുള്ളതിന് വൈ ഓർ എൻ ഒന്ന് ആ ചാറ്റ് ബോക്സിൽ ടൈപ്പിംഗ് ചെയ്യണം. അല്ലെങ്കിൽ എ ഓർ ഡി, എഗ്രി ഓർ ഡിസഗ്രി. അതിന്റെ ഉദ്ദേശം ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. മനസ്സിലാതെ ഞാൻ അതുമായിട്ട് എങ്ങനെ തുറന്നു വെക്കണം, അതുകൊണ്ട് കാര്യമില്ല. ദാറ്റ് ഇസ് വൈ ഐ റിക്വസ്റ്റ് യു ടു actively participate in the interaction. So let me start with the first slide. Mental peace. മനസ്സിന് സമാധാനം. This is my personal mission.
enlighten and empower you for a peaceful life. Enlighten എന്ന് പറഞ്ഞാൽ വെറും നോളജ് തരുന്നതല്ല. More than that, empower. Once you have the knowledge and a deep understanding, അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന അസറ്റ് ഓർ ദി പവർ. അത് വെച്ചിട്ടായിരിക്കും ലൈഫിൽ പീസ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. My talk is based on FIQ. ഈ FIQ എന്ന് പറഞ്ഞാൽ F stands for facts, I stands for information, and Q stands for quotes, quotations. ഞാൻ നിങ്ങളെ പോലെ തന്നെ ഞാനും എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ആണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ഡയഗ്നോസ് പറയുകയാണെങ്കിൽ തന്നെ അതിനുള്ള ഫാക്റ്റും എവിഡൻസും അതിനെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഞാൻ പറയുന്ന ഈ ടോക്കിലും ഫാക്റ്റും എവിഡൻസും ഇല്ലാതെ ഞാൻ ഒരു കാര്യവും പറയാറില്ല. ഈ ഫാക്ട് ഇല്ലാതെ പറയുമ്പോഴാണ് ആർഗ്യുമെന്റ് വരുന്നത്. ആർഗ്യുമെന്റ് വരുന്നത് എപ്പോഴെന്നറിയാം? ദിസ് ഇസ് വാട്ട് ഐ തിങ്ക്, ദിസ് ഇസ് വാട്ട് ഐ ബിലീവ്, ഇത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. നോ, ഫാക്റ്റും ഇൻഫർമേഷനും. സോ ദാറ്റ് ഇസ് വാട്ട് ഐ ഡു. Getting peace of mind is neither easy nor impossible. എളുപ്പമല്ല, അത് അസാധ്യമല്ല. ഇറ്റ് ഈസ് പോസിബിൾ. എന്താണ് വേണ്ടത്? ബൈ ചേഞ്ചിങ് ദി മൈൻഡ് സെറ്റ്. ഈ പറഞ്ഞ ഈ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ വൈ ഇടുക, ഇല്ലെന്നുണ്ടെങ്കിൽ എന്നിടുക. എന്നിടുകയാണെന്ന് വെച്ചാൽ ഞാൻ അത് ഒന്നുകൂടെ വേറെ എക്സാമ്പിളോടുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ആ ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യാമോ പ്ലീസ്? നോ, യെസ്. ഗീത തോമസ്, യെസ് യെസ്. ഓക്കെ, ഞാൻ ഒരാളെങ്കിലും നോ പറഞ്ഞെങ്കിൽ ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യും. മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മൈൻഡ് സെറ്റിനകത്ത് ചില ബിലീഫ്സ് അല്ലെങ്കിൽ ബയസ്, ഇങ്ങനെ പലതും വെച്ചിട്ടാണ് ഒരാളുടെ മൈൻഡ് സെറ്റ് വരുന്നത്. ഒരു ഉദാഹരണത്തിന്, ഒരാൾക്ക് വന്നിട്ട് വേറൊരാളോട് വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ബിക്കോസ് ഓഫ് ദാറ്റ് മൈൻഡ് സെറ്റ് ആയിരിക്കും ദാറ്റ് പേഴ്സൺ മേ ബി ബിലോങ് ടു എ പർട്ടിക്കുലർ ഒരു മതം, ഇങ്ങേര് വേറൊരു മതം. ഈ മതത്തിലുള്ള മനുഷ്യന് ആ മതത്തിലുള്ളവർ എല്ലാവരും ഇതാണ്, ആ മതത്തോട് തന്നെ വെറുപ്പാണെന്നുണ്ടെങ്കിൽ ആ മൈൻഡ് സെറ്റ് വിൽ ചേഞ്ച് ദർ ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ. അപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റാണ് അവസാനം ABC. അതായത് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ബിഹേവിയർ, നമ്മുടെ ക്യാരക്ടർ. ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, ക്യാരക്ടർ. ഇതിനും നമ്മുടെ പീസ് ഓഫ് മൈൻഡിന് ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് വയ്യട്ടെ. നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ ആൻഡ് ക്യാരക്ടർ, ആർ ദേ കണക്റ്റഡ് വിത്ത് അവർ പീസ് ഓഫ് മൈൻഡ്? ഡോക്ടർ ഡിസിൽവ ഇടുന്നു, സനൽകുമാർ യെസ് യെസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യാതെ മനസ്സമാധാനം കിട്ടത്തില്ല. ഞാൻ എൻ്റെ മൈൻഡ് സെറ്റിനെ ചേഞ്ച് ചെയ്തു ഓവർ എ പീരീഡ് ഓഫ് ടൈം. അത് ഇനിയുള്ള കുറെ സ്ലൈഡ്സ് കാണിക്കുമ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫ് സ്റ്റോറീസ് ഷെയർ ചെയ്യും. ഗാന്ധിജി അദ്ദേഹത്തിന്റെ ബുക്ക് എഴുതുമ്പോൾ അതിലെന്താണ്, പുള്ളിയുടെ ലൈഫിലെ എക്സ്പീരിയൻസ് ആണ് അതിൽ മുഴുവൻ എഴുതുന്നത്. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയി, ഞാൻ എന്തുകൊണ്ട് ഇത് ചെയ്തു, അതിനുള്ള ആ എക്സ്പ്ലനേഷൻ ആണ് ഗാന്ധിജി തരുന്നത്. ദി സെയിം വേ ഞാൻ എൻ്റെ പേഴ്സണൽ ആസ് വെൽ ആസ് പ്രൊഫഷണൽ ലൈഫിലുള്ള റിയൽ ലൈഫ് ഇൻസിഡൻസും അതുമാണ് എൻ്റെ മൈൻഡ് സെറ്റിനെ മാറ്റാനായിട്ട് എന്നെ സഹായിച്ചത്.
Okay. Chanting Om Shanti Om 1,000 times won't get mental peace unless the root causes behind the Ashanti are managed effectively. ഇന്നിപ്പോഴും ഒരുപാട് വെബിനാറുകൾ ഞാനിപ്പോ കഴിഞ്ഞ ഈ കോവിഡിന് ശേഷമാണ് ഇങ്ങനെ കൂണുപോലെ പല വെബിനാറുകൾ. അതിലെല്ലാം കുറെയൊക്കെ ഇത് ബിസിനസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. കുറെ പലതരത്തിലുള്ള മെഡിറ്റേഷൻ, സൺ മെഡിറ്റേഷൻ, മൂൺ മെഡിറ്റേഷൻ, വിപാസന മെഡിറ്റേഷൻ, ട്രാൻസെൻഡൽ മെഡിറ്റേഷൻ, ചക്ര മെഡിറ്റേഷൻ, ഒരുപാട് ഇത്. അതുകൊണ്ട് മനസ്സമാധാനം കിട്ടും? നോ. മനസ്സമാധാനം ഇല്ലാതായതിന്റെ റൂട്ട് കാസിനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ. ഇന്നിപ്പോ IT സെക്ടർ, അതാണ് എക്സാമ്പിൾ ഞാൻ പറയുന്നത്. എനിക്കിവിടെ അമേരിക്കയിൽ IT സെക്ടറിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാരറിയാം. നാട്ടിൽ നിന്നുള്ള, കേരളത്തിൽ നിന്നുള്ള, തമിഴ്നാട്ടിലുള്ളതല്ല. എന്നാ പിടിച്ചോ, അവർ വന്നിരിക്കുന്നത് H1B വിസയിലൊക്കെയാണ് ആദ്യം വരുന്നത്. അവരുടെ എംപ്ലോയർ ആമസോൺ ലേ ഓഫ് ചെയ്തു 5000 പേര്, ഗൂഗിൾ ഇത്രയും പേരെ ലേ ഓഫ് ചെയ്തു, IBM ലേ ഓഫ് ചെയ്തു. അവര് ലേ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം യു ആർ അൺഎംപ്ലോയിഡ്. വീട് വാങ്ങിച്ചിട്ടുണ്ട്, വീടിന് മോർഗേജ് ആയിട്ട് ഒരു മാസം ഒരു $10,000 അടയ്ക്കണം. കാറ്, നല്ല വില കൂടിയ കാറ് വാങ്ങിച്ചിട്ടുണ്ട്, ഓഡിയോ അല്ലും, അതിന് മാസം തോറും $500 അടയ്ക്കണം. ഇതെല്ലാം വെച്ചുകൊണ്ട് ജോലിയില്ല. ആ സമയത്ത് ഈ ചക്ര മെഡിറ്റേഷൻ, ഉപാസന മെഡിറ്റേഷൻ, വിപാസന മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സമാധാനം വരുമോ? ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് നോയിട്ടെ. ഞാൻ ഈ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് ഒന്ന് I want to know whether you are also able to think the way I am thinking. Chat box lone okay Salkuar, no thank you. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് പോലും നല്ലൊരു ശതമാനം ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. റൂട്ട് കാസ് എന്താണ്? സാമ്പത്തിക പ്രശ്നമാണ്. ഇപ്പോഴും ജോലിയില്ല, സാമ്പത്തിക പ്രശ്നം. അതിനെ ഡീൽ ചെയ്യാനായിട്ട് മന്ത്രായും മെഡിറ്റേഷനും ഇതൊന്നും നടക്കത്തില്ല. ഇതാണ് പറ്റിപ്പ് പരിപാടി എന്ന് പറയുന്നത്. ഈ പറ്റിപ്പ് ഏറ്റവും കൂടുതൽ നന്നായിട്ടുള്ള മാർക്കറ്റ് കേരളമാണ്. എല്ലാ തരത്തിലുള്ള പറ്റിപ്പിനും തട്ടിപ്പിനും വെട്ടിപ്പിനും എല്ലാത്തിനും പറ്റിയ ഒരു സ്ഥലം. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, എനിക്ക് വളരെ അഡ്മിറേഷൻ. ഞാൻ ഈ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് 10-20 കൊല്ലമായിട്ട്. ഞാൻ പറയുന്നത് ചിലർ ഡിസഗ്രി, ഡോക്ടർ ചുമ്മാ കയറി പറയുന്നു. നമ്മുടെ പോലെ ഇത്രയും വിദ്യാഭ്യാസവും ഇതുള്ള വേറെ എവിടെ ഉണ്ട്? അപ്പുറത്ത് അവൻ പാണ്ടി, അവിടെ ഇവൻ മറ്റേ പാണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഊപ്പി, ബീഹാർ ഇതും പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളെല്ലാം പ്രബുദ്ധരാണ്. അതെല്ലാം തെറ്റാണ് തെളിയിച്ചെന്നത്. എനിക്ക് ഏറ്റവും അഡ്മിറേഷൻ. എനിക്ക് അങ്ങനെ കണ്ടാൽ നാട്ടിൽ വന്ന് ജയിലിൽ ചെന്ന് അങ്ങനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നറിയാം. മോൺസൺ മാവുങ്കൽ അങ്ങേരാണ് തെളിയിച്ചു തന്നത്. എടാ, ഇൻക്ലൂഡിങ് DGP IPS എല്ലാം കഴിഞ്ഞ് ഒരു ബേറ, അടുത്തൊരു മനോജ് എബ്രാം, അവരെല്ലാം മറ്റേ കൊല്ലത്തെ തങ്കപ്പനാശാരി ചെയ്ത ആ വാളും പിടിപ്പിച്ചു. അടുത്തത് ചേർത്തലയിലെ ചെല്ലപ്പനാശാരി ഉണ്ടാക്കിയ ടിപ്പു സുൽത്താൻ സിംഹാസനത്തിൽ ഇരുത്ത് അയാൾ ഫോട്ടോ എടുത്തായിട്ടു. കിട്ടില്ലേ? അതുകൊണ്ട് അതേപോലെയാണ് ഈ മലയാളികൾ മിക്കവരും ഈസി ആയിട്ട് ഗള്ളിപ്പെടും. ഈ പറഞ്ഞ മെഡിറ്റേഷൻ, മന്ത്ര, തന്ത്ര വർക്ക് ചെയ്യത്തില്ല മൈ ഡിയർ ഫ്രണ്ട്സ്, വർക്ക് ചെയ്യത്തേ ഇല്ല. എന്റെ ഈ ടോക്ക് കേട്ടാൽ മാത്രം പോരാ, ഒരു തവണ കേട്ടാൽ പോരാ. എന്റെ വീഡിയോ റെക്കോർഡിംഗ് ഒരു 2 തവണയെങ്കിലും കാണണം. കണ്ടു കഴിഞ്ഞാൽ അത് ഡീപ്പായിട്ട് മനസ്സിലാവും. പിന്നെ മനസ്സിന് സമാധാനം കിട്ടിയിരിക്കും. മോഡിയുടെ ഗ്യാരണ്ടി, മോഡിക്കാ ഗ്യാരണ്ടി, അതുപോലെ ഡോക്ടർ NTRക്കാ ഗ്യാരണ്ടി കേട്ടോ. ഇതാണ് എന്റെ ഗ്യാരണ്ടി. ചെയ്യണം അങ്ങനെ. ഏതായാലും ഡോക്ടർ മനോജ് അതിനെ ആസ്വദിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. ജയിച്ചന്ദ്രൻ ചിരിക്കുന്നുണ്ട്. മിക്കവരും ഇരുട്ടിന്റെ ആത്മാക്കളായിട്ട് ക്യാമറ ഒന്നും ഇല്ലാത്ത കാരണം എനിക്ക് മിക്കവരെയും കാണാൻ പറ്റുന്നില്ല. ഇതാണ് എന്റെ. സോ റൂട്ട് കാസിനെ ഡീൽ ചെയ്യണം. പീസ് ഓഫ് മൈൻഡ്. ന്യൂമറസ് ബുക്സ് ഉണ്ട്, ഹൺഡ്രഡ്സ് ഓഫ് ബുക്സ്. ഞാൻ ചുമ്മാ നിങ്ങളുടെ ഒരു ഇതിനു വേണ്ടിയിട്ട്, ഇൻഫർമേഷന് വേണ്ടി അത്ര ഒരു 3-4 ടൈറ്റിൽ ഇട്ടു. അപ്പൊ അതിന്റെ അർത്ഥം എന്തെന്നാണ്? ലോകത്ത് ഒരുപാട് ആൾക്കാർ, മില്യൺസ് ഓഫ് പീപ്പിൾ, ദേ ആർ സഫറിങ് ബിക്കോസ് ഓഫ്
loss of peace of mind. In peace of mind definition, എന്താണ് peace of mind? It is a mental state of calmness, state of freedom from worry and anxiety. ഞാൻ യൂസ് ചെയ്ത രണ്ട് ടേംസ് ആണ് worry and anxiety. ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി ഞാൻ worryയിലോട്ട് കയറാൻ പോവാണ്. ഇതിനെക്കുറിച്ച് നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഒരു പിടിയില്ല. ഒറിയടിക്കാതെ വെറുതെ ഒറിയടിക്കാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഞാനിപ്പോ വല്ലാത്ത ഒറിയിലാണ്, all the time I am worrying. എന്തുകൊണ്ടെന്നറിയാം? worrying എന്താണെന്ന് പിടിയില്ല. I'm going to show you what worrying is. Worrying is not thinking. ആദ്യം മനസ്സിലാക്കണം. Then what is worrying? It is replaying. അത് വീണ്ടും ആവർത്തിച്ച് റീപ്ലേ ചെയ്യാണ്. എന്താണ്? എ പ്രീഫോംഡ് അൺപ്ലസന്റ് തോട്ട് or emotion again and again without trying to resolve it using whole brain thinking. It is not thinking. ഒരു തോട്ട് കയറിയതിന് അതിനെ തന്നെ ആവർത്തിച്ച് വിഷ്വസ് സൈക്കിൾ പോലെ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And you are not doing anything to address that problem. ഇതിപ്പോ ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ ഒന്ന് വയ്യട്ടെ. ഇതാണ് ഏറ്റവും പറഞ്ഞ ആദ്യം worrying തന്നെ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇറ്റ്സ് നോട്ട് തിങ്കിങ്. ഒരുപാട് വിചാരിക്കുന്നത് worrying is thinking എന്നുള്ളത്. നോ. സനൽകുമാർ, യെസ്, മനസ്സിലായി? ഓക്കെ, യെസ്. Worrying is not at all thinking. So stop worrying. Then do the right thing. അവിടെയാണ് ഹോൾ ബ്രെയിൻ തിങ്കിങ്. പക്ഷെ അഡ്രസ് കഴിഞ്ഞാൽ ഒരു 95% പ്രോബ്ലംസിനും യു വിൽ ബി ഏബിൾ ടു ഫൈൻഡ് എ സൊല്യൂഷൻ. സൊല്യൂഷൻ കണ്ടുപിടിക്കാത്ത കാര്യത്തിൽ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അതിനെ വിടണം. There is no point in worrying. If there is no solution, then why do you worry? It is waste of time and energy. Clear അല്ലേ? worry ചെയ്യേണ്ടപ്പോഴാണ് അത് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. സോൾവ് ചെയ്യാൻ പറ്റാത്തതിന് എന്തിനാ worry കാര്യമല്ലോ ഉണ്ടോ? That is it. Worrying is a what-if disease. Worry is often invented by the mind and is rarely based on fact or truth. ഇതിപ്പം നിങ്ങളെല്ലാവരും ഹോമിയോപ്പതി, നമ്മളെല്ലാം മെഡിക്കൽ പ്രൊഫഷൻ ഉള്ള കാരണം ഇപ്പോഴത്തെ ഏറ്റവും വാട്ടിഫാണ്. ഒരു പനി വന്നു, ഒരു 10-30 വർഷത്തിന് മുമ്പ് പനി വന്നു കഴിഞ്ഞാൽ മിക്കവരും 2 ദിവസം വീട്ടിൽ ഇരുന്ന് കഞ്ഞിയും കുടിച്ച് റസ്കും അല്ലെങ്കിൽ ബിസ്ക്കറ്റും അത് കുടിച്ച് റെസ്റ്റ് എടുക്കും, എല്ലാം മാറും. ഇപ്പോഴതല്ല. പനി വന്നു കഴിഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ ഫിയറും worryingഉം ആങ്സൈറ്റിയും വരികയാണ്. FAW. ഫിയർ, ആങ്സൈറ്റി, worry. എന്താണ് ഇത്? കോവിഡ് ആണോ? ഈ പനി കോവിഡ് ആണോ? അത് ഡെങ്കിയാണോ? ഇത് ചിക്കൻ ഗുനിയാണോ? ഇത് H1N1 ആണോ? ഉടനെ തന്നെ ഓടുകയാണ് എങ്ങോട്ടേക്ക്? ആശുപത്രിയിലോട്ട്. ഈ പേടിയും ഇതും കാരണം ശുക്രദശയാണ് എല്ലാ കോർപ്പറേറ്റ് ആശുപത്രിക്കും. ഉള്ള ലാബ് ടെസ്റ്റിൽ തന്നെ ഒരു 2000-3000 രൂപ അങ്ങോട്ടേക്ക് പോയി കിട്ടും. ഒരു വീട്ടിൽ നിന്ന് ഒരു 3-4 പേര് പോയി കഴിഞ്ഞാൽ 10,000 രൂപ ഒന്നുമില്ലാതെ ലാബിന് അങ്ങ് കൊടുത്തു. എന്നിട്ട് ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഫീ എല്ലാം കൂടെ ഒരു 11,000-12,000 രൂപ. എന്നിട്ട് ഒരു ദിവസം പോയി കിട്ടും. രാവിലെ പോയി കഴിഞ്ഞാൽ ഈ ലാബിൽ പോകണം, അത് ചെയ്യണം, റിസൾട്ട് വരാനായിട്ട് വൈകുന്നേരം. അപ്പൊ ഒരു ദിവസത്തെ പണിയും പോയി കിട്ടും. ഞാൻ പറയുന്നത് റിയൽ ആണോ അതോ ഞാൻ ചുമ്മാതെ ഇമാജിനേറ്ററി ആണോ? റിയൽ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് എസ്സെട്ടെ. ഞാൻ ഈ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് എസ്സെട്ടെ. ഞാൻ ചോദിച്ചു പോവാണ്. സനൽകുമാർ, എല്ലാവരും വേറെ ഒരുപാട് പേരുണ്ടല്ലോ, മിക്കവരും 74 പേരുണ്ട്. ബാക്കിയുള്ളവർക്കെല്ലാം കൈക്കൊന്നും തളർച്ചയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. സോ ഇതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും മനസ്സമാധാനം ഉണ്ടോ? ഒരു പനി വന്നാൽ തന്നെ മനസ്സിന്റെ സമാധാനം പോയി കഴിഞ്ഞു, ഒറിയായി കഴിഞ്ഞു. നമ്മുടെ ടോക്ക് എന്താണ്? മനസ്സിന് സമാധാനം. അപ്പോഴാദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇവിടെയാണ് ഞാൻ
ഞാൻ എത്ര അടുത്ത് പറയുന്നുണ്ട്. പറയുന്നതിൽ ഞാൻ പറഞ്ഞ ഒരു 10 പേരത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വെറും 2 പേര് മാത്രമേ ഉള്ളൂ ഞാൻ പറയുന്നതിനെ ശരിക്കും മനസ്സിലാക്കിയിട്ട് എന്നെ ഫോളോ ചെയ്യുള്ളൂ. ബാക്കിയുള്ള ശരിയാണ്. പക്ഷെ പനി വരുമ്പോൾ ഉടനെ തന്നെ കാറും പിടിച്ച് ഉടനെ തന്നെ ആശുപത്രി പോയി കഴിഞ്ഞു. ഞാൻ പറഞ്ഞെല്ലാം ഇതിൽ കൂടെ കേട്ടു, ഇതിൽ കൂടെ പോയി തീർന്നു. ഞാൻ പറയും ഇന്നും ഒരു മോർ ദൻ നിയർലി 98% ഓഫ് ദി ഫീവർ ഇറ്റ് ഇസ് നോട്ട്, ഇത് ഓർഡിനറി വൈറൽ ഫീവർ. വേറെ ഒന്നും ചെയ്യണ്ട, 2-3 ദിവസം കൊണ്ട് മാറിക്കിട്ടും. അപ്പൊ ഇത് കാരണം ഈ കൊറോണ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എത്ര കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് എന്നറിയാം കോടികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു പുതിയ ഇപ്പോഴത്തെ ഒരു JN1 എന്ന് പറഞ്ഞ് വന്നതുകൊണ്ട് പിന്നെയും അവരെല്ലാം ഹാപ്പി, ഡോക്ടർമാര് ഹാപ്പി, ആശുപത്രിക്കാരെല്ലാം ഹാപ്പി, ലബോറട്ടറിക്കാരെല്ലാം ഹാപ്പി. ഇതെല്ലാം ആരാണ് ഉണ്ടാക്കുന്നത്? ശരിക്കുള്ളത് ഈ മീഡിയ, മെയിൻ സ്ട്രീം മീഡിയ ആൻഡ് സോഷ്യൽ മീഡിയ. ഇവർ രണ്ടുപേരും ആൾക്കാർക്ക് ഈ വിഷം കുത്തിക്കുന്ന പോലെ ഭീതി കുത്തിവെക്കുകയാണ്. ഭീതി കുത്തിവെച്ച് കഴിഞ്ഞാൽ മനസമാധാനം പോയി. അതുകൊണ്ട് എന്റെ അഡ്വൈസ്, പറ്റുമെന്നുണ്ടെങ്കിൽ TV ന്യൂസ് കാണുന്നത് നിർത്തുക. പറ്റുമെന്നുണ്ടെങ്കിൽ ഈ TV ന്യൂസ് കാണുന്നത് നിർത്തുക. എന്നിട്ട് ന്യൂസ് പേപ്പറിൽ വരുന്ന എല്ലാത്തിനെയും കണ്ണും അടച്ച് വിശ്വസിക്കരുത്. എന്നിട്ട് വല്ലപ്പോഴും ഉണ്ടെങ്കിൽ എന്റെ ഈ വീഡിയോ ഒന്ന് കാണുക. ഞാൻ കോവിഡ് ഫോബിയെ കുറിച്ച് തന്നെ 2 വീഡിയോ ആയിട്ടുള്ളത് ഇദ്ദേഹം ഡോക്ടർ ജയചന്ദ്രൻ ഇരിപ്പുണ്ട്, അദ്ദേഹം അറിയാം, കേട്ടിട്ടുണ്ട്. അമേരിക്കയിൽ 10 ലക്ഷം പേരാണ് കോവിഡ് വന്ന് മരിച്ചെന്നിരിക്കുമ്പോൾ ഞാൻ അമേരിക്കയിൽ ഇരുന്നിട്ട് ഞാൻ ഒരു ഡോസ് കോവിഡ് വാക്സിൻ പോലും എടുത്തില്ല. ആൻഡ് ഐ വാസ് നോട്ട് അറ്റ് ഓൾ വറീഡ്. അതും കൂടെ ഓർക്കണം. എന്തുകൊണ്ട് ഞാൻ എടുത്തില്ല? ഞാൻ വാക്സിന് വിരുദ്ധനാണ് അല്ല. ഞാൻ പറയും പോളിയോ വാക്സിന് ബാക്കിയെല്ലാം എടുക്കണം. ഈ കോവിഡും ഫ്ലൂ വാക്സിൻ എടുക്കുന്നതുകൊണ്ട് ഗുണമുണ്ട്. ആർക്കാണ്? ആ മരുന്ന് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിക്കാർ. ഇതിന്റെ കോവിഡിന്റെ വാക്സിൻ എടുത്ത് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ, തമാശ, കഴിഞ്ഞ ആഴ്ച എന്റെ കൂടെ സ്കൂളിൽ പഠിച്ച ആൾ ഇവിടെ അമേരിക്കയിലുണ്ട്. ഞങ്ങളെല്ലാവരും 5-6 പേര് മാസത്തിലൊരിക്കൽ സൂം മീറ്റിംഗിൽ പോകണം. പുള്ളി പറഞ്ഞു തൊണ്ടവേദന ജോയിൻ ചെയ്യുന്നില്ല. ശരി, ഞാൻ ഒരു 2 ദിവസം മുമ്പ് പുള്ളി വിളിച്ചു, എങ്ങനെയുണ്ട് തൊണ്ടവേദന കേൾക്കാനുണ്ട്? I had the COVID was positive. വാക്സിൻ വല്ലതും എടുത്തോ? Yes. How many doses? 6 doses. 6 ഡോസ് എടുത്തിരിക്കുകയാണ്. 4 ഡോസ് എടുത്തിട്ട് തന്നെ 2021-ലോ 22-ലോ കോവിഡ് വന്നു. 4 ഡോസ് എടുത്തിട്ട് ഒരിക്കൽ വന്നു, 6 ഡോസ് എടുത്തപ്പോ രണ്ടാമതും വരുന്നു. അപ്പൊ ഇതിൽ നിന്നാണ് ഞാനൊരു ടോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, സൈക്കോളജി ഓഫ് സ്റ്റുപ്പിഡിറ്റി എന്ന് പറഞ്ഞ് യൂട്യൂബിൽ കിടപ്പുണ്ട്. അത് പറ്റുമെന്ന് നിന്ന് കാണണം. ഇത് സ്റ്റുപ്പിഡിറ്റി അല്ലാതെ പിന്നെ എന്താണ് പറയേണ്ടത്? സോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. പേടിക്കുമ്പോൾ ഇനി അടുത്തൊരു കൂടെ പറയാം. ഫിയർ ഓർ വറിയിങ് റെഡ്യൂസസ് നമ്മുടെ ഇമ്മ്യൂണിറ്റി. അത് ഒന്നും കൂടെ ശ്രദ്ധിച്ച് കേൾക്കണം. ഫിയർ, ആങ്സൈറ്റി, വറി റെഡ്യൂസസ് ദി ഇമ്മ്യൂണിറ്റി. ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് 1 മൈൽ ദൂരെ പോകുന്ന വൈറസ് ഇങ്ങോട്ട് വരും. അവിടെ ഒരു ഇരിപ്പുണ്ട് കേട്ടാ, അവിടെ ഒരു മനോജ് അങ്ങനെ ഒരാൾ ഇരിപ്പുണ്ട് കേട്ടാ, അങ്ങേർക്ക് യാതൊരു ഇമ്മ്യൂണിറ്റി ഇല്ല കേട്ടാ, അങ്ങനെ വരണ്ടിരിക്കുകയാണ്, വാ അങ്ങോട്ട് പോവാ, എല്ലാവരും അങ്ങോട്ട് വരും കേട്ടോ. നേരെ മറിച്ച് ഒരു പേടിയില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഡോക്ടർ ജയചന്ദ്രൻ. അങ്ങോട്ട് പോകണ്ട കേട്ടാ, അങ്ങേർക്ക് യാതൊരു ഇതും ഇല്ല, പേടി ഏടി ഒന്നുമില്ല കേട്ടാ, അവിടെ കയറാൻ പറ്റത്തില്ല. ഇതാണ് സംഭവിക്കുന്നത്. സോ ഞാനിവിടെ മാസ്ക് ഇട്ടിട്ട് നടന്നിട്ടില്ല. ആ കൂടി 2 മാസം ഇവിടെ മാൻഡേറ്ററി ആക്കിയതാണ്. അതെപ്പോഴും ചില കടകളിൽ കയറുമ്പോൾ അവിടെ വെളിയിൽ വെച്ചിരിക്കും മാസ്ക് ഇസ് മാൻഡേറ്ററി. കയ്യിൽ മാസ്ക് ഇല്ല, അവിടെ വെളിയിൽ തന്നെ ഒരു ഫ്രീ ആയിട്ട് മാസ്ക് വരും, അതെടുത്ത് വെച്ചിട്ടുണ്ട് അത് കയറും. ഷോപ്പിംഗ് ചെയ്യണ്ടേ? അതല്ല, മാസ്ക് ഒന്നും ഇട്ട് നടന്നിട്ടില്ല. സോ ദി പോയിന്റ് ഈസ് worry, ഫിയർ. മനസ്സമാധാനം പോയി കിട്ടും. ഞാൻ ടോപ്പിക്കിൽ നിന്ന് മാറിയിട്ടില്ല. ചിലർ തെറ്റിദ്ധരിക്കും, ഇങ്ങനെ മനസ്സമാധാനത്തെ കുറിച്ച് സംസാരിക്കാൻ വന്നിട്ട് ഇങ്ങനെ വേറെ എന്നാണ്ടോ കോവിഡ് കീവിഡൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണക്റ്റഡ് ആണ്, അതൊന്ന് ആലോചിക്കണം. ഇന്നത്തേതില് മനസ്സമാധാനം 90% ആൾക്കാർക്ക് ഇല്ലാത്തത് ഫിയർ ഓഫ് ഡിസീസസ്. ശരിയാണോ? ഒന്ന് വയ്യട്ടെ. ഫിയർ ഓഫ് ഡിസീസസ്, ഇമാജിനറി ഇല്ലാത്ത അസുഖങ്ങളെ കുറിച്ച് ആലോചിച്ച് ഒരു നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ ഓടിപ്പോവും. കാർഡിയോളജിസ്റ്റ് ഇപ്പൊ കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും?
ആദ്യം ECG എടുക്കും, അതിന്റെ കൂടെ രക്ത ടെസ്റ്റുകൾ ചെയ്യും, അത് കഴിഞ്ഞ് അവിടെ ഒരു എക്കോ കാർഡിയോഗ്രാം ചെയ്യും, ഒരു സ്ട്രെസ് ടെസ്റ്റ് ചെയ്യും, പിന്നെ പറയും നമുക്കൊരു ആൻജിയോഗ്രാം കൂടെ ചെയ്ത് നോക്കാം കേട്ടാ. ആൻജിയോഗ്രാം എല്ലാം ചെയ്യും. ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10-55 വയസ്സിന് ഉള്ള മോള് നോക്കി കഴിഞ്ഞാൽ മിക്കവർക്കും 30-40% എവിടെയെങ്കിലും ബ്ലോക്ക് കാണും, നാച്ചുറലാണ്. അപ്പോൾ പറയും ഒരു ആൻജിയോപ്ലാസ്റ്റി ഇപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് പേടിക്കണ്ട, ഒരു സ്റ്റെന്റ് ഇട്ട് കഴിഞ്ഞാൽ പേടിക്കണ്ട. എന്തിന്? അപ്പോഴല്ലേ ഇത് കിട്ടത്തുള്ളൂ. ചിക്കിലി വീഴണ്ടേ, ചിക്കിലി കിട്ടണ്ടേ, ചിക്കിലി 1.5-2 ലക്ഷത്തിന് ചിക്കിലി വീഴണമെന്നുണ്ടെങ്കിൽ പ്രൊസീജിയർ ഒരാവശ്യമില്ലെങ്കിലും ഉള്ള ഇതെല്ലാം ക്ലിയർ. ഞാൻ മോഡേൺ മെഡിസിൻ ആണ്. ഞാൻ എന്റെ ഒരു ബാഡ് ഹാബിറ്റ് ചെല്ലുന്നറിയാം, ഞാൻ സത്യത്തിന് ഉറച്ച് വിളിച്ചു പറയും. അതാണ് എന്റെ ബാഡ് ഹാബിറ്റ്. അതുകൊണ്ട് കുറെ പേർക്ക് എന്നെ ഇഷ്ടമല്ല, എന്നെ ഇഷ്ടമേ അല്ല. അതെ, പക്ഷെ ഞാനെന്താണ്, ഞാൻ മെഡിസിൻ പഠിച്ചത് പബ്ലിക്കിനെ സേവിക്കാനാണ്. അപ്പൊ അവിടെ സത്യം പറയണം. ദാറ്റ്സ് വാട്ട് ഐ എം ഡൂയിങ്. സോ ഫാർ ഈ പറയുന്നതെല്ലാം ക്ലിയർ ആയോ? ആർ വി ഓൺ ദി സെയിം പേജ്? എല്ലാം ക്ലിയർ ആണോ? വയ്യട്ടെ, ആർ വി ഓൺ ദി സെയിം പേജ്? ആൻഡ് ഇതിൽ എന്റർടൈൻമെന്റ് ഉണ്ടോ? എന്റെ ടോക്ക് വന്നിട്ട് ഇപ്പോഴും ശ്രീകുമാർ ഒന്നുമില്ല, ജയതി ശ്രീകുമാർ ഒന്നുമില്ല, മറ്റേ ശ്രീനിവാസൻ ഇല്ല. അത് കാരണം അവർക്ക് പകരം ഞാനായിട്ട് നിങ്ങളെല്ലാം എന്റർടൈൻ ചെയ്യുന്നത്. എന്റർടൈൻമെന്റ് ഉണ്ടോ? അപ്പോൾ ചിരിക്കുമ്പോൾ നിങ്ങളുടെ ആരോഗ്യം വർദ്ധിക്കും കേട്ടോ. ഡോക്ടർ മനോജ്, ചിരിച്ചാൽ ആരോഗ്യം വർദ്ധിക്കും. അപ്പൊ എന്റെ ഇതാണ് ചിരിപ്പിക്കുകയും കൊടുക്കുന്നത്. ഓക്കെ, നൗ കംസ് how to manage worries. Write down your worries, journaling. Assign 15 minutes of worry time. Throughout the day, ഇങ്ങനെ worry ചെയ്തുകൊണ്ടിരിക്കരുത്. ശരി, വൈകുന്നേരം ഒരു 6 മുതൽ 6:15 വരെ കിടക്കാൻ പോകുമ്പോൾ അയക്കരുത്. ഒരു അറൌണ്ട് ബിഫോർ ഒരു 7 മണിക്ക് മുമ്പായിരിക്കണം ഒരു 15 മിനിറ്റ്, അല്ലെങ്കിൽ ഉച്ച സമയത്ത് 15 minutes of worry time. എന്നിട്ട് എഴുതി വെച്ചാൽ നോക്കുക. എന്നിട്ട് അതിനെ നോക്കിയാൽ മാത്രം പോരാ, എന്നിട്ടിരുന്ന് ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യണം. അപ്പോഴറിയും ഇത് നോൺസെൻസ് ആണ്. എന്നിട്ട് ആലോചിക്കണം, കഴിഞ്ഞ കൊല്ലം ഞാൻ ഈ സമയത്ത് കുറെ കാര്യങ്ങളെ കുറിച്ച് worry ചെയ്തല്ലോ, അതെല്ലാം എന്തായി അവസാനം സംഭവിച്ചു? അതുപോലെ അപ്പോഴും മനസ്സിലാവും, ഇല്ല, നിങ്ങൾ worry ചെയ്ത് മിക്കതും ജീവിതത്തിൽ സംഭവിച്ചേ ഇല്ല. കഴിഞ്ഞവണ എനിക്ക് പനി വന്നപ്പോ ഞാൻ ഓടിച്ചെന്ന് ആശുപത്രിയിൽ പോയല്ലോ, എല്ലാ ടെസ്റ്റും ചെയ്തല്ലോ, എന്തായി? നെഗറ്റീവ് അല്ലേ? ഇങ്ങനെ ആലോചിക്കുമ്പോ തന്നെ ആ worry മാറിക്കിട്ടും. സോ ആ worry ടൈമിൽ ഉപയോഗിക്കേണ്ടത് ആ തിങ്കിങ് ആണ്. അത് കഴിഞ്ഞ് പിന്നെ worry ചെയ്യരുത്. ചിലപ്പോൾ രാവിലെ 10:30 മണിയാകുമ്പോൾ worry വരുമ്പോൾ ഉടനെ സെൽഫായിട്ട് പറയണം, അല്ലല്ല ഉച്ചയ്ക്ക് 2:30 മുതൽ 2:45 വരെ ഞാൻ നിന്നെ അഡ്രസ് ചെയ്യും. എപ്പോഴാണ് നിങ്ങൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ആ ടൈമിൽ. Then examine past worries. നേരത്തെ ഞാൻ പറഞ്ഞു. Learn your triggers. എന്നിട്ട് ഇങ്ങനെ ഈ അവസാനത്തെ അപ്ലൈ ഹോൾ ബ്രെയിൻ തിങ്കിങ്. ഈ തിങ്കിങ് സ്കില്ല് ഞാൻ പലപ്പോഴായിട്ട് എത്രയോ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതാണ് എനിക്ക് when I learned how to think, ഈ പറഞ്ഞ പല worriesഉം പമ്പ കടന്നു. അതുകൊണ്ട് ഒരു ബുക്കുണ്ട് ഹോൾ ബ്രെയിൻ തിങ്കിങ്ങിന്റെ, ഒരു കഷ്ടിച്ച് 300 പേജേ ഉള്ളൂ. ഒരു ദിവസം ഒരു 10 പേജ് വെച്ച് വായിക്കുകയാണെങ്കിൽ 30 ദിവസം കൊണ്ട് കംപ്ലീറ്റ് വായിക്കാം. എന്നിട്ട് വായിച്ചാൽ മാത്രം പോരാ, ആ വായിച്ചതിനെ ലൈഫിൽ അപ്ലൈ ചെയ്താൽ തന്നെ പീസ് ഓഫ് മൈൻഡ് കിട്ടും. അതാണ് എന്റെ സീക്രട്ട്. എങ്ങനെ ഞാനിത് അക്കോംപ്ലിഷ് ചെയ്തു? That book made a big difference, huge difference. Anxiety is both mental and physical state of negative expectation. Anxiety is a future-oriented, long-lasting response to diffuse threat. ഇത് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ എന്റെ ടോക്ക് കഴിഞ്ഞതിന് ശേഷം we'll have at least 10 minutes. ആ സമയത്ത് നിങ്ങൾക്ക് എന്തെല്ലാം ചോദ്യമുണ്ടോ ഈ ടോപ്പിക്കുമായിട്ടുള്ള ചോദിക്കാം. If you want to share your own thoughts, പറയാം. ഞാൻ I don't want to നേരെ വെറുതെ ബ്ലൈൻഡ് ആയിട്ട് പറഞ്ഞിട്ട് പോകാനല്ല ഉദ്ദേശിക്കുന്നത്. In the United Kingdom, 37% of women
and around 30% of men reported high levels of anxiety in 2022. നമ്മുടെ നാട്ടിൽ authentic ആയിട്ടുള്ള ഡേറ്റ ഇല്ല. ഐ ആം ആബ്സല്യൂട്ട്ലി ഷുവർ അതിനേക്കാളും ഒരുപാട് കൂടുതലായിരിക്കും നമ്മുടെ അവിടെ അതിലും കഴിഞ്ഞ് ഒരുപാട് കൂടുതലാണ് ആങ്സൈറ്റി. പരീക്ഷയ്ക്ക് പോകുന്നു, കുട്ടി പരീക്ഷ പാസ്സാകുമോ, അത് ഇത് കിട്ടുമോ, നീറ്റ് എഴുതിയതിനു ശേഷം കിട്ടുമോ, അഡ്മിഷൻ കിട്ടുമോ, അത് IAS പഠിക്കുന്നു, അത് കിട്ടുമോ, ഇത് കിട്ടുമോ, ആ ജോലി ഇന്റർവ്യൂവിന് പോയി, എല്ലാത്തിനെ കുറിച്ചും worryയും ആങ്സൈറ്റിയും. ഈ പറയുന്നത് ശരിയാണോ മൈ ഡിയർ ഫ്രണ്ട്? ഒന്ന് ഉണ്ടെങ്കിൽ, ശരിയാണെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടേ. നിങ്ങൾ ആങ്സൈറ്റി ഇല്ലാതെ എന്തിനെ കുറിച്ചാണ് എവറി ഡേ അൺനെസസറി ആയിട്ട് ഉള്ളത് എല്ലാത്തിനെ കുറിച്ച് ആങ്സൈറ്റി. സോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. അങ്ങനെ നമ്മൾ തന്നെയാണ് ഉള്ളൂർ പറഞ്ഞിട്ടുള്ളൊരു പഴയ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. നമ്മൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ ഈ നെഗറ്റീവ് തോട്ട്സിൽ കൂടെയാണ് നമ്മൾ വി ക്രിയേറ്റ് ഹെൽ ആൻഡ് വി ലൂസ് പീസ് ഓഫ് മൈൻഡ്. നമ്മൾ തന്നെയാണ്, വേറെ ആരുമല്ല. അങ്ങനെ നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റണം. ആദ്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ആ മൈൻഡ് സെറ്റ് മാറ്റാതെ ഒന്നും നടക്കത്തില്ല. Signs and symptoms of anxiety: restlessness, irritability, lethargy and fatigue, inability to concentrate, vague aches and pains, sleeplessness, palpitation, tightness in the chest, shortness of breath, excessive sweating, dizziness, numbness and tingling. നിങ്ങൾ ഡോക്ടേഴ്സ് ആയ കാരണം ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. മെജോറിറ്റി ഈ സിംറ്റംസ് എല്ലാം പൊതുജനങ്ങൾ, ചില ഡോക്ടേഴ്സും ഉണ്ട്. തമാശ, ഇവിടെ തന്നെ എനിക്കറിയാവുന്ന 2 ഫിസിഷ്യൻസ്, ഒരാള് 2 മാസത്തിന് മുമ്പ് ചെറിയ പാൽപിറ്റേഷൻ വന്നു, ഉടനെ തന്നെ അങ്ങേര് ആശുപത്രിയിൽ പോയി ആൻജിയോഗ്രാം ചെയ്തു, എല്ലാം നെഗറ്റീവ്. എല്ലാം ചെയ്തു കേട്ടാ, എല്ലാം ചെയ്തതെല്ലാം നെഗറ്റീവ് ആണ്. നമ്മൾ നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് പോയത്? അല്ല വല്ലതാണെങ്കിലോ അത് ഞാൻ അത് അങ്ങനെ വരാൻ പാൽപിറ്റേഷൻ വരാൻ കാര്യം എന്ത്? അല്ല, മോളുടെ അവിടെ ഡെലിവറിയാണ്, മോളുടെ ഡെലിവറിക്ക് കുറച്ച് ഒരു കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയായിരുന്നു. അപ്പൊ ഇങ്ങനെ നാളെയാണ് ഡെലിവറി, അപ്പൊ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ഞാൻ ഇങ്ങനെ പൊറിയടിച്ചിരിക്കുകയായിരുന്നു. So he was anxious because his daughter was going to have a baby. That one triggered the palpitation and he ended up in a hospital. So ഇത് ഡോക്ടേഴ്സ് ആയ പോലും ഇതാണ് നടക്കുന്ന കാര്യം കേട്ടോ. അങ്ങനെയുള്ളപ്പോ സാധാരണക്കാർ എങ്ങനെ ഇരിക്കുന്നു എന്ന് ആലോചിക്കേ. 5 causes of anxiety: physical problems. അതാണ് ഞാൻ പറഞ്ഞത്. പനി വരുന്നു, അത് ഫിസിക്കൽ പ്രോബ്ലം ആണ്. നെഞ്ചുവേദന വരുന്നു, ഫിസിക്കൽ പ്രോബ്ലം, ആങ്സൈറ്റി ആയി. മെന്റൽ പ്രോബ്ലംസ്, ആങ്സൈറ്റി. നെഗറ്റീവ് തോട്ട്സ്, വാട്ട് ഇഫ് ഇതെങ്ങനെയാണെങ്കിലോ, ഇത് അങ്ങനെയാണെങ്കിലോ, തലവേദന, അത് ഇനി ബ്രെയിൻ ട്യൂമർ വല്ല ആണോ, ബ്രെയിൻ ട്യൂമർ ആണോ? ആദ്യം ചെയ്യേണ്ടത്, നമ്മുടെ നാട്ടിലെ കുറെ പബ്ലിക്കേഷൻസ് ഉണ്ട്, ആരോഗ്യ മാസികകൾ. അവർ ചെയ്യുന്ന ഇത്രയും ഉള്ള ഒരു ദ്രോഹം വേറെ എവിടെ ഇല്ല. ഉള്ള ആരോഗ്യ മാസികളുടെ എല്ലാം കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ആരോഗ്യ കൗമുദി, ആരോഗ്യ ഭൂമി, ആരോഗ്യ രമ, ആരോഗ്യ മറ്റത് മറിച്ചത്, ആരോഗ്യം. എന്നിട്ട് ഉച്ചയ്ക്കാകുമ്പോൾ 2 മുതൽ 2.5 അരമണിക്കൂർ ഓരോ TV ചാനലിലും പൾസ് ഇല്ലാത്തത്, മറ്റത് മറിച്ചത്. ഡോക്ടറോട് ചോദിക്കുക, ഒരു ടൈം കെട്ടി ഒരാൾ കുട്ടപ്പനായിട്ടിരിക്കും. അങ്ങേരുന്നതാണ് അങ്ങയുടെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ആളെ വരുത്തണ്ടേ? വന്നിരിക്കുന്നത് എന്തിനാണ്? തലവേദന, ഒരു ന്യൂറോളജിനെ വിളിക്കും, കൈയെല്ലാം കെട്ടി കുട്ടപ്പനായിട്ടിരിക്കും. എന്നിട്ട് അവസാനം പറയും, ചിലപ്പോൾ ആ തലവേദന ഒരു ബ്രെയിൻ ട്യൂമർ ആണെങ്കിലും അങ്ങനെ വരാം. അത് ഒരു ന്യൂറോളജിസ്റ്റോ എല്ലാം കണ്ടിട്ട് അവർ CT സ്കാൻ അല്ലെങ്കിൽ MRI സ്കാൻ ചെയ്യുമ്പോൾ അതൊന്ന് ഉറപ്പുവരുത്താം. മതിയല്ലോ, പേടി കൊടുത്തില്ലേ? അടുത്ത തലവേദന വരുമ്പോൾ ഇത് ബ്രെയിൻ ട്യൂമർ ആണോ, ആങ്സൈറ്റി ആയി. അവിടെ നടക്കുന്ന ഒരു 100 CT സ്കാൻ ഹെഡ് എടുക്കുന്നതിൽ 98 CT സ്കാനിന്റെയും ഒരു ആവശ്യമില്ലാത്ത ഹെഡ് CT സ്കാൻ ആണ്, മൈ ഡിയർ ഫ്രണ്ട്.
ഇറ്റ് ഈസ് ആ കൂടി ഗുണം CT സ്കാൻ സെന്ററിനും ഡോക്ടേഴ്സിനും എല്ലാം. ആൻഡ് മെനി പീപ്പിൾ ഡോണ്ട് റിയലൈസ് CT സ്കാൻ അത്ര സേഫ് ഒന്നും അല്ല. ഒരു CT സ്കാൻ 200 ചെസ്റ്റ് എക്സ്റേയുടെ അത്രയും റേഡിയേഷൻ ആണ് വരുന്നത്. ഇതാരും അറിയുന്നില്ല, ചിന്തിക്കുന്നില്ല. 1 CT scan is equivalent to taking nearly 200 chest x-ray. അത്ര റേഡിയേഷൻ ആണ്. ഇതൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ അതാണ് മെന്റൽ അതിലും ആങ്സൈറ്റി വന്നു കഴിഞ്ഞു. അടുത്തതെന്താണ്? ഫിനാൻഷ്യൽ പ്രോബ്ലം. ഞാൻ നേരത്തെ പറഞ്ഞു, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ജോലി തെറിച്ചു കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ. ഇവിടെ എന്താണ് പ്രശ്നം? എന്താണ്? ഈ മണി മാനേജ്മെന്റിനെ കുറിച്ചുള്ള യാതൊരു ഇതും സ്കൂളിലും പഠിപ്പിക്കുന്നില്ല, കോളേജിലും പഠിപ്പിക്കുന്നില്ല, എവിടെയും പഠിപ്പിക്കുന്നില്ല. വരവിൽ കവിഞ്ഞ ചെലവ്. ഇപ്പൊ ഇവിടെ ഇരിപ്പുണ്ട്, ശൈല ഇരിപ്പുണ്ട്, അവരങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. എന്നാൽ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരു ഫാക്റ്റാണ്. ഈ സ്ത്രീകൾക്കെല്ലാം അക്ഷയ തൃതീയ എന്ന് പറഞ്ഞൊരു പരിപാടി ഇറക്കി. അന്ന് സ്വർണം വാങ്ങിച്ചാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവിടെ രാവിലെ 5 മണിക്ക് ചെന്ന് അവിടെ ലൈനിൽ നിൽക്കുകയാണ്. ഭീമായും മറ്റേ ആലൂക്കാസും ഗീലുക്കാസും അവിടെ ഉണ്ട്. അവരോട് തന്നെ കുറെ കൂടെ മുടുക്കായിട്ട് ഏതെങ്കിലും അയാൾ മന്ത്രവും കൂടെ ജപിച്ച് അയാളും കൂടെ ചെയ്തു തരുമെന്ന് പറഞ്ഞ് ഒരാളെയും വെച്ച്. അപ്പൊ അത് വാങ്ങിക്കാൻ കാശ് വേണ്ടേ? ഒരു പവന് എത്രയാണ്? 30,000 40,000 അല്ല. ഒന്നായി എങ്ങനെയെങ്കിലും കടം വാങ്ങിച്ചെങ്കിലും അക്ഷയ തൃതീയ ദിവസം അന്ന് കയറി ഇത് കഴിഞ്ഞാൽ ഒരുപാട് കൂടുമെന്ന് പറഞ്ഞുള്ള ഈ സൂപ്പർസ്റ്റിഷൻ, അന്ധവിശ്വാസം എല്ലാം അടിച്ച് കയറി കിടക്കുകയാണ്. ഇത് പണ്ടൊന്നും ഇല്ലായിരുന്നു. ഈ അക്ഷയ തൃതീയ ഇതെല്ലാം വന്നിട്ടുണ്ട്. അപ്പോഴെന്ത് പറ്റുന്നുണ്ട്? ശരി, തൃതീയ, താങ്ക് യു, കറക്റ്റ്, അക്ഷയ തൃതീയ. ഇതെല്ലാം ഞാൻ അമേരിക്ക അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് ഈ കൂത്ത കാണുന്നത്. ഇത് ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോ ഈ പരിപാടി ഒന്നും ഇല്ലായിരുന്നു. ഇത് ഓൺലൈൻ ന്യൂസ് പേപ്പർ വായിക്കുമ്പോഴാണ് ഈ അക്ഷയ തൃതീയ വലിയൊരു ഇതായിട്ട് മാറിയിരിക്കുന്നത്. കടമായി അത് തിരിച്ചടക്കണ്ടേ? ഇതിനെ കൊണ്ട് പണയം വയ്ക്കും. അതാണ് 2-3 ബാങ്കേഴ്സ്, ഞാൻ പറയാതെ തന്നെ അറിയാം, രണ്ടുപേരും എമ്മിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ബാങ്കേഴ്സിന്റെ എല്ലാം പണയം എമ്മിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവരുടെ കയ്യിൽ അവരുടെ അസറ്റ് എന്നറിയാമോ? ടണ്ണുകളാണ്, 100 ടണ്ണാണ് അവരുടെ സ്വർണ്ണം. അവരുടെ കയ്യിൽ അസറ്റ്. അവർ ഡിക്ലെയർ ആണ്. ഞാൻ ചുമ്മാ പറയുന്നതല്ലേ, ഫാക്ട് ആണ്. ഞാൻ പറഞ്ഞത് ആദ്യത്തെ ടോക്കന് ബേസ്ഡ് ഓൺ ഫാക്ട്, ഇൻഫർമേഷൻ ആൻഡ് കോഡ്സ്. നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് അവരുടെ ടണ്ണിന്റെ എത്ര ഉണ്ട് ഗോൾഡ്. അപ്പൊ ഗോൾഡ് ബിസിനസ് അല്ല. അപ്പൊ ടൺ എത്ര വന്നു? ഈ വാങ്ങിച്ചവരെല്ലാം ഫിനാൻഷ്യൽ പ്രോബ്ലം വന്ന് അവിടെ കൊണ്ടുപോയി വെച്ചു, കാശ് വാങ്ങിച്ചു. ഇനി അയാൾക്ക് പൈസ കൊടുക്കണ്ടേ? അത് കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ എന്ത് പറ്റും? സ്വർണം അയാൾ ലേലത്തിയിട്ട് അയാൾ അങ്ങ് എടുക്കും. ഇത് സൈക്കോളജി ഓഫ് സ്റ്റുപ്പിഡിറ്റിയുടെ ഒരു എക്സാമ്പിൾ ആണോ ഇല്ലയോ? ആണെന്നുണ്ടെങ്കിൽ വന്നിട്ട് ഇത് സ്റ്റുപ്പിഡിറ്റിയുടെ ഒരു എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് എസ്. ഇതല്ലേ സ്റ്റുപ്പിഡിറ്റി? എന്നിട്ട് നമ്മൾ എന്താണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മൾ പ്രബുദ്ധരാണ്. ലാലു വർഗീസ്, താങ്ക് യു. നമ്മൾ പ്രബുദ്ധരാണ്. പ്രശോഭനൻ. എന്നിട്ട് ഇങ്ങനെയുള്ള ഈ സ്റ്റുപ്പിഡിറ്റി കാരണം ആങ്സൈറ്റി, worrying, ബിന്ദു അനിൽ, താങ്ക് യു. ഇങ്ങനെ ഫിനാൻഷ്യൽ പ്രോബ്ലം നമ്മൾ വരുത്തി വെക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ എന്താണ് അടുത്ത പ്രോബ്ലം? ദാറ്റ് ഈസ് റിലേഷൻഷിപ്പ് ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലെ? എന്നിട്ട് അവസാനത്തത് ഡ്രഗ് ആൻഡ് സബ്സ്റ്റൻസ്. ചില ഇന്നത്തെ ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പഴയ ആൽക്കഹോൾ അല്ല, വേറെയും ഒരുപാട് ഭീകരന്മാരാണ് ഇത് ചെയ്യുന്നത്. ദേ ക്രിയേറ്റ് ആങ്സൈറ്റി. അത് ചെറുപ്പക്കാരിൽ ഇപ്പൊ കൂടുതലാണ്. The life is a living hell for millions of senior citizens. Poor money management skills and lack of common sense are the root causes behind this plight. Common sense deficiency and stupidity are Siamese twins. Siamese twins ne കണ്ടിട്ടുണ്ടോ? ഇതാണ് Siamese twins. രണ്ടും വേർപെടുത്താൻ പറ്റത്തില്ല. എവിടെ ഉണ്ടോ കോമൺ സെൻസ് ഡെഫിഷ്യൻസി അവിടെ സ്റ്റുപ്പിഡിറ്റി ഉണ്ട് കേട്ടോ. സ്റ്റുപ്പിഡിറ്റിയും കോമൺ സെൻസ് ഡെഫിഷ്യൻസിയും രണ്ടും ഒന്നിച്ചു പോകും. എന്റെ ടോക്ക് ഓൺ കോമൺ സെൻസ് ഡെഫിഷ്യൻസി സിൻഡ്രോം കണ്ടിട്ടില്ലാത്തവർ കാണുക. സൈക്കോളജി ഓഫ് സ്റ്റുപ്പിഡിറ്റി കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. ഇത് രണ്ടും ഒരു ബുക്കിൽ നിങ്ങൾക്ക് കിട്ടാത്ത ഇൻഫർമേഷൻ ആണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ അറിയാമോ? ഇതാരുടെ കെട്ടറായിരുന്നു അറിയാമോ? ഈ പാലസ് അറിഞ്ഞുകൂടെങ്കിൽ ഒന്ന് നോയട്ടെ. അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ഒന്ന് എന്നട്ടെ. നോ. ഓക്കെ, നോ. ഓക്കെ, ഗുഡ്. ഡോണ്ട് ഫീൽ ബാഡ്. ഞാൻ
നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്ന് പറയുമ്പോൾ ഇതാണ് എന്റെ അപ്രോച്ച്. എനിക്ക് അറിഞ്ഞുകൂടെന്ന് ഞാൻ പറയാം, അറിഞ്ഞുകൂടാന്ന് പറയും. അറിഞ്ഞുകൂടെന്ന് പറയാൻ എന്തിനാണ് നാണിക്കുന്നത്? അറിഞ്ഞുകൂടാ. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് കപ്പൽ ജോയ് എന്നൊരു പേര് കേട്ടിട്ടുണ്ടോ? കപ്പൽ ജോയ് ഞാൻ കാണിച്ചു തരാം. കപ്പൽ ജോയ്, ഇദ്ദേഹം ജോയ് അറക്കൽ കമ്മിറ്റഡ് സൂയിസൈഡ് ഓർ ഫിനാൻഷ്യൽ വോസ്. ഇങ്ങേര് അവിടെ കപ്പൽ ഷിപ്പിംഗ് അതിലൊക്കെ ചെന്ന് ഓയിൽ ബിസിനസ് ഒക്കെ ആയിട്ട് ലാലു വർഗീസ് ഇത് വയനാടായിരുന്നു കേട്ടോ. അത് തൃശ്ശൂരല്ല, വയനാട്. 45,000 സ്ക്വയർ ഫുട്ടുള്ള വലിയൊരു പാലസ് പോലുള്ള ഒരു വീടാണ് അയാൾ കെട്ടുന്നത്. നോക്കിക്കൊള്ളേ, വല്ല ആവശ്യമുണ്ടോ? അപ്പൊ എത്ര കോടി ചെലവായി കാണും? നാട്ടുകാരെല്ലാരും മൂക്കിൽ വിരൽ വെക്കണം. അയ്യോ എന്തൊരു വീട്, ഇങ്ങനെ നോക്കണം. ഇപ്പോഴിങ്ങനെ മോളിൽ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ മോളിൽ കാണും. ആള് കാറ്റുപോയി, അയാൾ ഇവിടെ നിന്ന് പൊക്കഴിഞ്ഞു. ഇപ്പൊ ഇനി മുകളിലോട്ട് നോക്കി കഴിഞ്ഞാൽ ജോയ് അറക്കൽ എവിടെ ഉണ്ടെന്നുള്ളത് നോക്കണം. കടമെല്ലാം കയറി അവസാനം ഒരു 14 നില കെട്ടിടത്തിൽ നിന്ന് ദുബായിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നു. നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ, ശരിയല്ലേ? വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഒരു 2,000 സ്ക്വയർ ഫുട്ടിലുള്ള ഒരു കൊച്ചു വീട് വെച്ച് സുന്ദരമായിട്ട് ജീവിച്ചു പോയിക്കൂടെ? ഇപ്പൊ ആ വീടെല്ലാം ആരുടെ കയ്യിലോ പോയി, ബാങ്കും കിങ്കും എല്ലാമായിട്ട് പോയി കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ പറയും പ്രബുദ്ധരാണ് കേട്ടാ, അവൻ പാണ്ഡി, അവൻ ബീഹാരി, അവൻ UP, നമ്മള് ഉഗ്രാണ് കേട്ടോ. ഇത് കറക്റ്റ് ആയിട്ട് പറഞ്ഞത് പന്നിയൻ രവീന്ദ്രൻ എന്ന ഒരാൾ മാത്രമേ കറക്റ്റ് ആയിട്ട് പറഞ്ഞുള്ളൂ. ഒരു 10 കൊല്ലത്തിന് മുമ്പിൽ പറഞ്ഞു മലയാളിയുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ പൊങ്ങച്ച സംസ്കാരമാണ്. പന്നിയൻ രവീന്ദ്രൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു, പഴയ CPI നേതാവ്. ഇത് ഞാൻ പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. ചിലർ ഇയാള് നമ്മളെ കളിയാക്കണം, ഇയാളെ പേരെന്തോന്നാണ്? റെഡ്ഡിയാർ. അപ്പൊ അയാൾ മലയാളിയല്ല, അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ ഒരുമാതിരി കളിയാക്കാൻ വന്നിരിക്കുകയാണ്. ഞാൻ മലയാളിയാണ്, ഞാൻ അവിടെയാണ് കംപ്ലീറ്റ് ആയിട്ട് കേരളത്തിൽ കംപ്ലീറ്റ് പഠിച്ചതും കിടിച്ചതും എല്ലാം മലയാളമാണ്. ഞാൻ മലയാളിയാണ്. പേര് റെഡ്ഡിയാന്ന് പറഞ്ഞാല് പേര് മുസ്ലിം ആയി കഴിഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? അങ്ങനെ മറ്റേ അറേബ്യക്കാരനാണോ? അല്ലല്ലോ. ക്രിസ്ത്യൻ പേര് എന്താണ്? ജെറുസലേമിൽ നിന്ന് വന്നതാണോ? അതുപോലെ ഞാൻ അവിടെയാണെന്നുള്ളതൊക്കെ ഞാനിത് കാണുമ്പോഴാണ് ഒരു രക്ഷയില്ല. പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് പ്രബുദ്ധ കേരളം പറഞ്ഞുകൊണ്ട്, ആ പ്രബുദ്ധയുടെ ഒരു ഇതാണ് ഗോഡ്സ് ഓൺ കൺട്രി. ബാക്കി ഒരു കൺട്രിയും ഗോഡിന്റെ ഒന്നല്ല, നമ്മുടെ മാത്രമേ ഉള്ളൂ ഗോഡ്സ് ഓൺ കൺട്രി. അവിടെ പൊങ്ങച്ചം തുടങ്ങി കേട്ടോ, ഇങ്ങനെ ചെണ്ടായിട്ട് അടിക്കുകയാണ്. How to manage anxiety, thought control, lifestyle changes, relaxation and laughter, cognitive behavior therapy, മെഡിക്കേഷൻ. അറ്റകേക്കാണ് അവസാനത്തേനാണ് ആങ്സൈറ്റിക്ക് മെഡിക്കേഷൻ. അത് ഷോർട്ട് ടൈം ആയിരിക്കണം. പീസ് ഇസ് നോട്ട് ദി ഹയസ്റ്റ് ഗോൾ ഇൻ ലൈഫ്, ഇറ്റ് ഈസ് ദി മോസ്റ്റ് ഫണ്ടമെന്റൽ റിക്വയർമെന്റ്. ഇത് ഗോളല്ല, അതൊരു ആവശ്യമാണ്. നമുക്ക് ഓക്സിജൻ, വെള്ളം ആവശ്യമുള്ള പോലെ തന്നെയാണ് പീസ് ഇസ് എ റിക്വയർമെന്റ്. 70% of all patients who come to physicians should cure themselves if they got rid of their fears and worries. The measure of success is happiness and peace of mind. Peace of mind comes from not wanting to change others. ബാക്കിയുള്ളവരെ മാറ്റാനായിട്ട് ശ്രമിക്കുന്നതിലാണ് നമുക്കുള്ള സമാധാനം പോകുന്നത്. ഭാര്യ ഭർത്താവിനെ ചേഞ്ച് ചെയ്യാനായിട്ട്, ഭർത്താവ് ഭാര്യയെ ചേഞ്ച് ചെയ്യാനായിട്ട് നടക്കത്തില്ല. വേസ്റ്റ് ആണ്. നമുക്ക് നമ്മളെ തന്നെ ചേഞ്ച് ചെയ്യാൻ പ്രയാസമായിരിക്കുമ്പോൾ നമ്മൾ വേറൊരാളെ ചേഞ്ച് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നത്, അതുപോലെയുള്ള മണ്ടത്തരം വേറെ ഒന്നുമില്ല. Do not let the behavior of others destroy your inner peace. Learning to ignore things is one of the great paths to inner peace. ഇദ്ദേഹത്തിൻ്റെത് ഇതാണ്. ഞാൻ ഒരു വിധത്തിൽ ഫോളോ ചെയ്യുന്നത്. എന്നെ ഒരുപാട് വിമർശിക്കുന്ന കുറെ പേരെങ്കിലും ഉണ്ട്. തോക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അത് കൊള്ളത്തില്ല കേട്ടാ. അയാൾ വലിയ ജാടയാണ് കേട്ടാ. അയാൾ ജാടയാണ്. അയാൾ എന്താന്ന് മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞ ജാളുടെ വിചാരമാണ്.
ഇത് ഞാൻ കേട്ട് ഞാൻ ഇഗ്നോർ ചെയ്യും. ഓക്കെ, യു ആർ എൻറ്റൈറ്റിൽഡ് ടു ഹാവ് യുവർ ഓൺ ഒപ്പീനിയൻ. ഐ ഡോണ്ട് കെയർ. ഇഫ് ഐ എം അഫ്രൈഡ് ഓഫ് ക്രിറ്റിസിസം, ജീവിക്കാൻ പറ്റത്തില്ല. നോക്കണം, മോഡി ക്രിറ്റിസിസത്തിന് പേടിച്ചിരുന്നാൽ ദിവസം എത്ര നൂറുകണക്കിന്, ഞാൻ ഓൺലൈൻ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ മോഡിയെ കുറിച്ച് അത് ഞാൻ പറയുന്നുണ്ട്, ഫേക്ക് 56 സംഗി കിങ്കി പിങ്കി. അടുത്ത രാഹുൽ ഗാന്ധിയെ പപ്പു മോൻ ടിപ്പു മോൻ എല്ലാം വിളിക്കുന്നുണ്ട് എല്ലാവരെയും. പക്ഷേ ഡു ദ കെയർ? അവരിതെല്ലാം വായിച്ചിട്ട് അറിഞ്ഞിട്ട് അവരിന്ന് കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനും ആ മൈൻഡ് സെറ്റ് ആണ്. എൻ്റെ ഒരു ടോക്ക് ഉണ്ട്, പൊളിറ്റീഷ്യൻസ് മൈൻഡ് സെറ്റ് ഇസ് എ മസ്റ്റ് ഫോർ സക്സസ് ആൻഡ് ഹാപ്പിനെസ്. ഞാൻ അവരുടെ മൈൻഡ് സെറ്റ് അഡോപ്റ്റ് ചെയ്യും. ഞാൻ പൊളിറ്റീഷ്യന്റെ വാക്യമൊന്നുമല്ല, ആ മൈൻഡ് സെറ്റ്. വിമർശിക്കാന്ന് വിമർശിച്ചോ, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ നിങ്ങളുടെ ദയവിലല്ല ഞാൻ ജീവിക്കുന്നു. ഞാൻ എൻ്റെ സ്വന്തം കാലിലാണ് ഞാൻ നിൽക്കുന്നത്. ഐ ഡോണ്ട് കെയർ. ദാറ്റ് ഈസ് വൺ വേ ഓഫ് ഗെറ്റിംഗ് പീസ് ഓഫ് മൈൻഡ്. The real question is not why someone did or say something bad to you. The question is, why do you care? നോക്കിക്കോളെ, മോഡിയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പടങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ടെന്നാൽ മോഡിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. എന്നാ രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഇങ്ങനെ ഇതുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന രാഹുൽ ഗാന്ധിക്ക് ഈ ഭാരത് ഛോഡോ അല്ലെങ്കിൽ അല്ല ജോഡോ ന്യായ യാത്ര ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. Peace of mind is that mental condition in which you have accepted the worst. Never waste valuable time or mental peace of mind on the affairs of others. That's too high a price to pay. Don't compare yourself to others. ഇതാണ് അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ്. I don't compare myself to other people. എന്റേത് യുണീക്കാണ്. എന്റെ ടോക്കും ഞാൻ മറ്റേ വേറൊരാളുടെ ടോക്കും തമ്മിൽ ഞാൻ കമ്പയർ ചെയ്യാൻ പോകത്തില്ല. ഞാൻ ഓരോ തവണയും എന്റേതിനെ എങ്ങനെ ബെറ്റർ ആക്കണമെന്ന് നോക്കുന്നു. എത്ര പേര് വന്നു എന്റെ കാണാനായിട്ട്? 74 പേരെ ഉള്ളോ? 100 പേര് വന്നില്ലേ? യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ എത്ര പേര് നോക്കുന്നു? ഇത്രയും പേര് വന്നില്ല എന്നുണ്ടെങ്കിൽ അയ്യോ നോ, ഒരാൾ കണ്ടെങ്കിൽ അത്രയും ഞാൻ ഹാപ്പിയാണ്. ഒരാളെങ്കിലും ഇഷ്ടപ്പെട്ടല്ലോ, അത്രയും മതി. Making peace, I have found, is much harder than making war. I want peace. I is ego, want is desire. Remove ego and desire and you have peace. Freedom from desire leads to inner peace. 6 tips to control anxiety: avoid alcohol and tobacco. Limit coffee intake. ഒരു ദിവസം കൂടിപ്പോയ 2 കപ്പ് കോഫിയിൽ കൂടുതൽ കഴിക്കരുത്. അതും വൈകുന്നേരം 6 മണിക്ക് ശേഷം കാപ്പി പിടിക്കരുത്. Cultivate positive thoughts. Exercise daily. ജിമ്മിലൊന്നും പോകണ്ട, വെറും ഒരു 30 മിനിറ്റ് ഒന്ന് ബ്രിസ്ക് ആയിട്ട് നടന്നാൽ മതി. അതാണ് ഞാൻ ചെയ്യുന്നത്. ദിവസവും 30 മിനിറ്റ് ഞാൻ നടക്കും. അത് ആഴ്ചയിൽ മിനിമം 5 ദിവസം നടന്നാൽ മതി. ഞാൻ മിക്കപ്പോഴും 7 ദിവസം നടക്കും. ചില ദിവസം വളരെ കാലാവസ്ഥ വളരെ മോശമാണെന്നുണ്ടെങ്കിൽ 5 ദിവസം നടക്കും. Then get enough sleep, 6 to 8 hours. Take time to relax. Our needs are few, but our wants increase with our possessions. To be happy in life, you must learn the difference between what you want versus need. മിക്കവരും ഈ വാണ്ടിന്റെ പുറകെ പോകുന്നതാണ് പ്രശ്നം. അപ്കമിങ് ടോക്ക് എല്ലാ വ്യാഴാഴ്ചയും ഞാൻ ഒരു ടോക്ക് കൊടുക്കാറുണ്ട്, വെബിനാർ എന്റെ പ്ലാറ്റ്ഫോമിൽ. സൈക്കോളജി ഓഫ് ലൈയിങ് ഈ വ്യാഴാഴ്ച. അതിന്റെ അടുത്ത വ്യാഴാഴ്ച സൈക്കോളജി ഓഫ് ഹോപ്പ്. അതിന്റെ ആ യൂട്യൂബിന്റെ സൂമിന്റെ ലിങ്ക് ആണ് ഞാൻ തന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾ എന്റെ ഗ്രൂപ്പിൽ നിന്ന് നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അതാണ് എന്റെ വാട്സാപ്പ് നമ്പർ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് ഇഫ് യു സെൻഡ് മി എ വാട്സാപ്പ് മെസ്സേജ് വിത്ത് യുവർ നെയിം ആൻഡ് location, I will include you in my WhatsApp group. So the talk is over. Now I welcome your questions and the comments. നമുക്ക് ഇനിയും 10 മിനിറ്റ് ഉണ്ട്. ടൈം മാനേജ്മെന്റ് നേരത്തെ പറഞ്ഞു 50 മിനിറ്റ് ഞാൻ നിർത്തും. Your questions or comments are welcome. And ഓക്കെ സാർ, വളരെ രസാവഹമായ ക്ലാസ് ആയിരുന്നു. ഇനി മറ്റ് എല്ലാ ഡോക്ടേഴ്സിനും സാറ് പറഞ്ഞ പോലെ തന്നെ സാറിനോട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിനുള്ള സമയമാണ്, 10 മിനിറ്റേ ഉള്ളൂ. ശ്രീധരക്കുറുപ്പ് സാർ ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞു. സാറേ ചോദിച്ചോളൂ. സാർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. സാർ
വളരെ Yes. ഉഗ്രമായിരുന്നു. ഞാൻ സാറിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ചില കാര്യത്തിൻ്റെ അകത്തൊക്കെ അത് സാറിൻ്റെ പേഴ്സണലാണ്. ചില കാര്യത്തിൻ്റെ അകത്തൊക്കെ എനിക്ക് ഡിഫറെൻ്റ് ഒപ്പീനിയൻ ഉണ്ടെങ്കിലും സാറിൻ്റെ ഈ കറേജിനെയും ഈ ഇതിനെയൊക്കെ പ്രസൻറ്റേഷനെയൊക്കെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു സാർ. ബിഗ് സല്യൂട്ട് ഫോർ ദാറ്റ്. പിന്നെ ചില കാര്യങ്ങളിലൊക്കെ അത് ഇൻഡിവിജ്വാലിറ്റിയാണ്. സാറിൻ്റെ ഒരു പ്രത്യേക ക്യാരക്ടറാണ്. അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഒന്നിനെയും പേടിക്കാത്തതും ഒരു ഐഡിയൽ മാനാണ്, ഒരു പ്രത്യേക പേഴ്സണാലിറ്റിയാണ്. അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അത് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ഹോമിയോപ്പതി ഫോറത്തിൽ IFH വന്ന് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ ഞാൻ വിചാരിക്കുന്നു ഞാൻ ആദ്യം സാറിനെ വിളിച്ചെന്നാ തോന്നുന്നത്. അപ്പൊ സാറിന്റെ ഈ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെ വന്ന് ഇതിനെക്കുറിച്ചൊക്കെ ഫ്രാങ്ക് ആയിട്ട് സംസാരിക്കാൻ ഉള്ള ആ മനസ്ഥിതിക്ക് ബിഗ് സല്യൂട്ട്. താങ്ക് യു വെരി മച്ച്. കം അഗെയിൻ സച്ച് എ വണ്ടർഫുൾ ടോപ്പിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഗുഡ് നൈറ്റ്, ശുഭരാത്രി. താങ്ക് യു. ശ്രീധർ കുറുപ്ജി, ഒരു കറക്ഷൻ. ഞാൻ ഐഡിയൽ മാൻ അല്ല, ഞാൻ പ്രാക്ടിക്കലാണ്. ഞാൻ ഐഡിയലിസം പറയാറേ ഇല്ല. പ്രാക്ടിക്കൽ മാത്രമേ ഉള്ളൂ, പ്രാക്ടിക്കാലിറ്റി മാത്രം ചിന്തിക്കുന്നത്. പിന്നെ അല്ലല്ല, വെറുതെ ആർഗ്യുവിന് വേണ്ടിയിട്ടല്ല. അത് കാരണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ അതിനെ അപ്ലൈ ചെയ്ത് അത് പോസിബിൾ ആയിട്ടുള്ള മാത്രമേ ഞാൻ പറയാറുള്ളൂ. കോവിഡ് വാക്സിൻ എടുത്തിട്ടില്ല, ഞാൻ ഇത് ചെയ്തു. ഞാൻ ഇതേപോലെ പലതും ബാക്കിയുള്ള വിമർശിക്കും, ഐ ഡോണ്ട് കെയർ. അങ്ങനെയുള്ളതെല്ലാം അത് ഞാൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് എത്ര സുഖം എന്നറിയാം മനസ്സിന്. അല്ല എന്നുണ്ടെങ്കിൽ കമ്പയർ ചെയ്തില്ല. ഞാൻ അമേരിക്കയിൽ ഇത്രയും നാൾ വന്നിട്ട് 1 സെന്റ് ഭൂമി വാങ്ങിക്കാത്ത ഏക ഡോക്ടർ ഞാനേ ഉള്ളൂ. സ്വന്തമായിട്ട് വീട് ഞാൻ വാങ്ങിച്ചിട്ടില്ല, സ്വന്തമായിട്ട് വീട് വാങ്ങിച്ചിട്ടില്ല. അപ്പൊ എന്തൊരു ഫ്രീഡം എന്നറിയാമോ? എന്തൊരു ഫ്രീഡം. ഇപ്പോഴിവിടെ സ്നോയിങ് എല്ലായിട്ട് ഒന്ന് 14 ഇഞ്ച് 10 ഇഞ്ചൊക്കെ നിൽക്കുമ്പോൾ ഓരോരുത്തരും പിടിച്ച രാവിലെ എന്നിട്ട് അതിനെ ഇതാക്കാനായിട്ട് ആ സ്നോ കാർ ഇടക്കാനായിട്ട് ഡ്രൈവേ ആളുകളും എല്ലാം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പാർട്ട്മെന്റിലാണ്. അപ്പാർട്ട്മെന്റ് മാനേജ്മെന്റ് അവരെല്ലാം വന്നെല്ലാം ക്ലീൻ ചെയ്യും. എനിക്ക് അതിനെക്കുറിച്ച് ഉറക്കൊന്നും ഉളക്കേണ്ട ആവശ്യമില്ല. അതെ, മറ്റു ഓരോരുത്തരും 1 ഏക്കർ വീടെല്ലാം മാറ്റി വെച്ചിട്ട് ശനിയും ഞായറും അതിന്റെ പുല്ല് ഇതാക്കാനായിട്ട് മോയിങ് മെഷീനുമായിട്ടൊക്കെ വിളിക്കുമ്പോൾ എല്ലാം ബിസിയാണ്. എന്താണ്? പുല്ല് ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ മറ്റേ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിന്? ഉള്ള കാശ് പോരെ? ജീവിക്കാനായിട്ടുള്ള കാശുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഒരുപാട് ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമൊന്നുമില്ല. അത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് ഇറ്റ്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഹരിഹരൻ സാറ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാറെ സംസാരിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഹരിഹരൻ സാറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. മ്യൂട്ട് ആയിപ്പോയി. ഒന്നുകൂടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. സാറിന്റെ ക്ലാസ് സാർ പറഞ്ഞതൊക്കെ ഇറ്റ് ഈസ് പ്രാക്ടിക്കൽ. പക്ഷെ എനിക്ക് ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം ആഡ് ചെയ്യാൻ. സാറ് പറഞ്ഞത് വറീസ്, ഫിയർ, ആങ്സൈറ്റി. മനുഷ്യനെ ഭരിക്കുന്ന വേറെയും വികാരങ്ങളുണ്ട് സാർ. ഒരെണ്ണം മാത്രം ഞാൻ പറയാം. വൺ ഈസ് ദാറ്റ് ജലസി. ആ ജലസി ഒരു പ്രധാന ഘടകമാണ് മനുഷ്യന് അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലും ഹയർ ക്ലാസ്സിലും ഏത് ക്ലാസ്സിലും ഉണ്ട്. പിന്നെ അടുത്ത ടെൻഷൻ ഞാൻ പറയാം. അബൌട്ട് ദ സൊസൈറ്റി. ഐ ആം വറിയിങ് അബൌട്ട് മൈ സൊസൈറ്റി. അതിന് ആ സൊസൈറ്റിയെ കുറിച്ച് ഞാൻ വിഷമിക്കുന്നു. സൊസൈറ്റി, പിന്നെ സൊസൈറ്റിയെ കുറിച്ച് നമ്മൾ വിഷമിക്കുന്നതിനോടൊപ്പം തന്നെ ഐ ആം വറിയിങ് അബൌട്ട് ദി ഫെലോ ബീയിങ്സ് ഓഫ് മൈ പൂവർ പീപ്പിൾസ്. ദേ ആർ സ്റ്റാർവിങ്. അതിനെക്കുറിച്ച് ഞാൻ വിഷമിക്കുന്നു. എന്റെ മനസ്സമാധാനം കെടുത്തുന്ന അങ്ങനെ വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്. You said that money is very, very important. Only one of the many. ഇത്ര എനിക്കിപ്പോ പറയാനുള്ളൂ. വേറെ ആർക്കെങ്കിലും പറയട്ടെ. Whether you accept it, whether you accept or not. That is not the problem. ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യാം. നിങ്ങൾ പറഞ്ഞ ആ അസൂയ, അതിന്റെ റൂട്ട് കാസ് എല്ലാത്തിനും ഞാൻ പറയല്ലോ. ഏതൊരു എമോഷനും റൂട്ട് കാസ് കണ്ടുപിടിക്കാം. എന്താണ് റൂട്ട് കാസ്? നേരത്തെ അവസാന ഒരിൽ കാണിച്ചു.
comparing yourself to another person. The moment you stop comparing yourself to another person, അസൂയ പോയി കിട്ടി. അസൂയ വരുന്നത് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോഴാണ്. അതാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെത്. ഇനി അടുത്തത്, നാട് മുഴുവൻ നന്നാക്കുന്നതിന് പകരം ആദ്യം സ്വന്തം വീട്ടിലെ പിള്ളേരെ നേരെ വളർത്താനായിട്ട്, അത് തന്നെ മിക്ക പാരന്റ്സ് ഇപ്പൊ അവിടെ ചെയ്യുന്നില്ല. പിള്ളേരുടെ സമയം ചെലവാക്കുന്നില്ല. എന്നിട്ട് വീട്ടിൽ തന്നെ കുപ്പിയെല്ലാം വാങ്ങിച്ചു വെച്ചോണ്ട് വീട്ടിൽ തന്നെ പാർട്ടി പക്ഷെ അടിക്കുമ്പോൾ അവരും മദ്യം ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവരും കുടിക്കും. എന്നിട്ട് പ്രശ്നങ്ങളായി. എന്നിട്ട് നമ്മൾ നാട്ടിലെ പാവപ്പെട്ടവന്റെ എല്ലാം, ധീരുഭായ് അംബാനിയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോട്ടുണ്ട്. ഇഫ് യു ആർ ബോൺ പുവർ, ദാറ്റ് ഇസ് നോട്ട് യുവർ ഫാൾട്ട്. ഇഫ് യു ഡൈ പുവർ, ദാറ്റ് ഈസ് യുവർ ഫാൾട്ട്. അതുകൊണ്ട് താങ്കൾ അതിനെക്കുറിച്ച് വിഷമിക്കരുത് ഹരിഹരൻ ജി. അതിനെക്കുറിച്ച് ബാക്കിയുള്ള ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ആർഗ്യുമെന്റോട്ട് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബാക്കിയുള്ളവര് പട്ടിണിയാണ് പാവാണെന്ന് പറഞ്ഞ് നിങ്ങൾ കടന്ന് ഇത് ചെയ്യരുത്. അവരെല്ലാം നല്ലൊരു ശതമാനം ദേ ചൂസ് ടു ബി പുവർ. പിന്നെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ലോകത്ത് എവിടെ ഇല്ലാത്ത നോക്കൂലി ഉള്ളത്. അങ്ങനെ പിടിച്ചു പറയും ഉള്ളതിൽ നേരെ അധ്വാനിച്ചാൽ ജീവിക്കാൻ പറ്റും. അധ്വാനിക്കാതെ നമ്മൾ ബാക്കിയുള്ളവരെ പഴിയും പറഞ്ഞുകൊണ്ട് സർക്കാർ തന്നെ എല്ലാം ഉണ്ടാക്കി തരണം. എനിക്ക് ആ ജോലി ഉണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ, PSC ജോലി ഉണ്ടെങ്കിൽ ഞാൻ പോകത്തുള്ളൂ. അവിടെ എല്ലാം കൂലിപ്പണി ഉണ്ടല്ലോ. എന്തിനാണ് അതിഥി തൊഴിലാളി എന്ന് പറഞ്ഞിട്ട് 25 ലക്ഷം പേര് അവിടെ നിന്ന് ജോലി ചെയ്യുന്നു? ആ ജോലി ചെയ്താൽ പോരെ? എവിടെയാണ് പട്ടിണി വരാൻ പോകുന്നത്? പോവർട്ടിക്ക് അവിടെ തന്നെ ഉണ്ട്, ജോലിയുണ്ട്. ജോലി ചെയ്യാൻ തയ്യാറല്ല. ആ മൈൻഡ് സെറ്റ് മാറ്റണം. എല്ലാം മാറിക്കിട്ടും. ഓക്കെ, നമ്മുടെ ഡിസിൽപ പറഞ്ഞോളൂ. അല്ല, അതിന് മുമ്പ് ഹ്യൂബർട്ട് ഡോക്ടറെ, അതിന് മുമ്പ് മനോജ് ഡോക്ടറാണ് ഹാൻഡ് റൈസ് ചെയ്തത്. സോറി. ഓക്കെ, മനോജ് ജി. വളരെ നല്ല പ്രഭാഷണമായിരുന്നു. ഏട്ടിലപ്പടി പയറ്റിലിപ്പടി എന്നുള്ള നല്ല പോളിസി ആദ്യം വളരെ ഭംഗിയായിട്ട് വ്യക്തമാക്കി. വളരെ നർമ്മ സംഭാഷണമായിരുന്നു. അപ്പൊ അതോടൊപ്പം അർജുനന്റെ അടുത്ത് കൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അസംശയം മഹാബാഹോ മനോദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. അപ്പൊ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ തീർച്ചയായിട്ടും നമ്മൾ അഭ്യസിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ സാധ്യമാകും. വളരെ നല്ല പ്രഭാഷണമായിരുന്നു. വളരെ നല്ല ആസ്വദിക്കാൻ കഴിഞ്ഞു. നന്ദി. ഓക്കെ, നന്ദി മനോജ് ഡോക്ടറെ. അടുത്ത് ഹ്യൂബർട്ട് ഡോക്ടറെ സംസാരിച്ചു. അതുപോലെ അൺമ്യൂട്ട് ചെയ്തില്ല. ഹ്യൂബർട്ട് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഞാനും സാറും തമ്മിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ സംസാരിക്കാറുണ്ട്, വിഷയങ്ങളൊക്കെ കൈമാറാറുണ്ട്. ഏതായാലും നല്ല ക്ലാസ് ആയിരുന്നു സാർ. സാറ്, ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട്, ഫോഴ്സ്ഫുള്ളായിട്ട്. വെളി രാജ്യങ്ങളിൽ അതില്ല. അത് സാറും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഏതാണ് നല്ലത്? ഇതിനെ ഞാൻ എന്റെ ഓൺ ഇത് പറയാം, എക്സ്പീരിയൻസ്. അത് പറയുമ്പോഴല്ലേ എന്ത് ഞാൻ ചെയ്തു എന്നുള്ളത്. അത് കേൾക്കുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇയാളെല്ലാം പറയാൻ എളുപ്പമാണ്. ഞാൻ ഓൾ അലോങ് പറയുന്നത്, ഓരോ കുട്ടിക്കും ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടാലൻസോടുകൂടിയേ വരത്തുള്ളൂ. അതല്ലേ ചിലർക്ക് നമ്മൾ കാണുന്നില്ല. ചില കുട്ടികൾക്ക് പാട്ട് പാടാൻ കഴിയും, ചില കുട്ടികൾക്ക് ഡാൻസ്, ചില കുട്ടികൾക്ക് പടം വരയ്ക്കാനായിട്ട്, ചില കുട്ടികൾക്ക് മാത്സില്, ചില കുട്ടികൾക്ക് ഒരു ടോയ് കൊടുത്തു നോക്കിയേ, ആദ്യം ആ ടോയിനെ പിന്നെ പൊളിച്ച് അതിനകത്ത് എന്തൊക്കെ ഇരിക്കും നോക്കും അവര്, എന്നിട്ട് അതിന് ഇത് ചെയ്യും. സോ അവർക്ക് വന്നിട്ട് ആ ഒരു മെക്കാനിക്കൽ മൈൻഡ് ഉണ്ട്. ഇങ്ങനെ ചില പെൺപിള്ളേർക്ക് കുട്ടിക്കാലത്തിന് അടുക്കളയിൽ ചെന്ന് വല്ലതും ചെയ്യുന്നത്, കുക്കിങ്ങിനൊക്കെ സഹായിക്കുന്നത്, ദേ ലൈക്ക് ടു വാച്ച് ഡു ദി കുക്കിംഗ്. സോ ദി ചിൽഡ്രൻ വളരെ യങ് ഏജിൽ തന്നെ അവരുടെ ആപ്റ്റിറ്റ്യൂഡ്, അവരുടെ പാഷൻ അവര് ഇതേപോലെ ചെറിയ ചെറിയ കാര്യത്തിൽ കൂടെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോഴവിടെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ പാരന്റ്സ് അതിനെ ഇഗ്നോർ ചെയ്തിട്ട് കുട്ടി വല്ലതും വരയ്ക്കാണെന്ന് ഒരു അടിയച്ച് നീ അവിടെ എല്ലാം കുത്തിയെല്ലാം വരച്ച് ഇതാക്കാതെ, അപ്പൊ അതോടുകൂടി ആ ആർട്ടിസ്റ്റിക് ഇത് അപ്പൊ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കുഴിച്ചുകൂടി. എന്നിട്ട് പഠിക്ക് ട്യൂഷൻ. അവർക്ക് ഫ്രീ ടൈം ഇല്ല. അവർ ആ കൂടി കംപ്ലീറ്റ് ആയിട്ട് ഇതിന് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്ന, പീഡിപ്പിക്കപ്പെടുന്നത് കുട്ടികളെയാണ്. അത് എന്നിട്ട് അവസാനം കയറി ഈ പറയുന്ന കരിയറിന് ഇതാക്കണം, ഡോക്ടറാക്കണം. പിന്നെ 3-4 ഇതേ ഉള്ളൂ ഇപ്പൊ അവിടെ. നീറ്റ്, ഡോക്ടർ, എഞ്ചിനീയർ, IIT പോണം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ജ്വരമാണ് IAS, സിവിൽ സർവീസ്.
തിരുവനന്തപുരത്ത് തന്നെ ഒരു 14 സിവിൽ സർവീസ് കോച്ചിങ് സെന്റേഴ്സ് ഉണ്ട്. തിരുവനന്തപുരത്ത് തന്നെ 14 എണ്ണം. അതിനോട്ട് കയറ്റി ഇങ്ങനെ പീഡിപ്പിക്കുന്നത് ഒന്ന് നിർത്തിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഞാൻ എൻ്റെ മകന്റെ കാര്യത്തിലൂടെ പിന്നെ വരികയാണ്. ഇവിടെ ഞാൻ അവനെ വളർത്തുകയായിരുന്നു. വളർത്തുമ്പോൾ ആദ്യം മുതൽ തന്നെ ഞാൻ നോട്ട് ചെയ്യും ഇതെല്ലാം. അപ്പോഴവൻ എന്തൊക്കെയാണ്, അവന് വരയ്ക്കാനായിട്ട് ഇതൊക്കെ നല്ല താല്പര്യമുണ്ട്. ഞാൻ എൻകറേജ് ചെയ്തു. എന്നിട്ട് എൻകറേജ് അവന് ചിലതൊക്കെ വരയ്ക്കാനായിട്ട് കൊടുത്തിട്ട് ഇവൻ ഒരിക്കൽ ലോർഡ് ശിവന്റെ ഒരു ഇതിനെ കൊടുത്ത് അവൻ അതിൽ തന്നെ നന്നായിട്ടൊക്കെ വരച്ചു. അതിന് ഞാൻ ഫ്രെയിം ചെയ്തും വെച്ചു. അവന് ഡ്രോയിങ് സ്കിൽസ് ഉണ്ട്. ഞാൻ സപ്രസ് ചെയ്തില്ല. പിന്നെ അവൻ ഇത് ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് നോക്കുമ്പോൾ അവിടെ വീഡിയോ ഞാൻ ഏതെങ്കിലും സോങ് ഇട്ടേക്കും, വല്ല ഷാറുഖ് ഖാന്റെയോ അല്ലെങ്കിൽ മറ്റേ ഋതിക് റോഷനെയോ അല്ലൊക്കെ. ഞാൻ കുക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇവൻ ആദ്യം കണ്ട അതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇവൻ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഞാൻ നോക്കുന്ന ബോഡിക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി, നല്ല മൂവ്മെന്റ് കേട്ടോ. അപ്പോഴെന്ന് വെച്ചാൽ അവന് അതുണ്ട് ഡാൻസിങ് ഹൃദയത്തിന്റെ. സോ വാട്ട് ഡിഡ് ഐ ഡു? ഇവിടെ ഞാൻ അയോവയിലായിരുന്നു അന്ന് അവിടെ ഒരു 600ഓളം ഇന്ത്യൻ സ്റ്റുഡൻസ് പല ഡിസിപ്ലിനിൽ പഠിക്കുന്നവരുണ്ട് അയോവ സിറ്റിയിൽ. അവരെല്ലാ കൊല്ലവും ദീപാവലി വളരെ ഗ്രാൻഡ് ആയിട്ട് ആഘോഷിക്കും. അപ്പൊ അവർ ഇമെയിൽ അയക്കുന്നുണ്ട്, ഏതെങ്കിലും അവരുടെ കൾച്ചറൽ പ്രോഗ്രാമിൽ വല്ലതും എന്തെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പേര് കൊടുക്കണം. ഞാൻ ഇവന്റെ പേര് അവന് ചോദിച്ചില്ല. അവൻ അന്ന് കഷ്ടിക്ക് 15 വയസ്സേ ഉള്ളൂ. ഞാനൊന്നും ചോദിച്ചില്ല. ഞാൻ അങ്ങോട്ടേക്ക് കൊടുത്തു. ഇവൻ സിനിമാറ്റിക് ഡാൻസ് എന്ന് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവരടുത്ത് പറഞ്ഞോടാ ഐ ഹാവ് ഗിവൺ യുവർ നെയിം സിനിമാറ്റിക് ഡാൻസ്. ഇവന് സ്റ്റേജിൽ കയറുക എന്ന് പറഞ്ഞാൽ അതിനുള്ള പേടിയാണ്. ഇനി എന്തുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ദാറ്റ് മേഡ് എ ഹ്യൂജ് ഡിഫറൻസ് ഇൻ ഹിസ് ലൈഫിൽ. ഇത് ഇവൻ സ്റ്റേജ് അത്രയും പേര് 10,000 പേര് 600 പേരുണ്ട്. അവരുടെ ഗസ്റ്റ് എല്ലാം കൂടെ 10,000 പേര് കാണും. വലിയൊരു ഹാളാണ്. അവൻ നോ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പ്ലീഡ് ചെയ്യാണ്. ഞാൻ പറഞ്ഞു നോ, യു ക്യാൻ ഡു ഇറ്റ്. ഇവിടെയാണ് പാരന്റിങ്ങിന്റെ വരുന്നത്. പാരന്റിങ്, നർച്ചറിങ് പാരന്റ്, എൻകറേജിങ് പാരന്റ് വേണം. യു ക്യാൻ ഡു ഇറ്റ്, ഡോണ്ട് വറി. എന്നിട്ട് അവന് പഠിക്കുന്നത് എടാ, ദിസ് സ്കൈ ഇസ് നോട്ട് ഗോയിങ് ടു ഫാൾ ഡൗൺ. സപ്പോസ് യു ഡോണ്ട് ഡു വെൽ, വാട്ട് വിൽ ഹാപ്പൻ? ഡു യു തിങ്ക് ദാറ്റ് സ്കൈ വിൽ ഫാൾ ഡൗൺ? നത്തിങ്. യു ട്രൈ. അപ്പോഴവന് ഒരു ഇത് വന്നു, കോൺഫിഡൻസ്. ഇതൊക്കെയാണ് പാരന്റിങ്ങിൽ ഉള്ള മികച്ച ചെയ്യാത്ത ഒരു കാര്യമാണ്. കോമൺ സെൻസ് ആണ്, നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു യു ചൂസ് എ സോങ്. എന്നിട്ട് അവൻ അവസാനം ഫിർ ബി ദിൽ ഹെ ഹിന്ദുസ്ഥാനി, ഷാറുഖ് ഖാന്റെ ഒരു മൂവിയിലെ സോങ് അതെടുത്തു. ഞാൻ പറഞ്ഞു അതേ മൂവ്സ് നീ കോപ്പി ചെയ്യരുത്. ദെൻ ദാറ്റ് ബി മിമിക്രി. അതിനെ കൊണ്ട് നീ നിന്റെ ഓൺ മൂവ്സ്. അപ്പൊ അവന് ഹിന്ദി വലിയ പിടിയില്ല. എനിക്ക് ഹിന്ദി തർക്കമില്ലാതെ അറിയാമായിരുന്നു. അതാണ് ഞാൻ വേർഡ്സിന്റെ മീനിങ് ഒക്കെ പറഞ്ഞു കൊടുക്കും. ഒരു 80 to 90% ഓഫ് ദി കോറിയോഗ്രാഫി അവൻ തന്നെ ചെയ്തു. അന്നത്തെ ദിവസം സ്റ്റേജിൽ പോകുന്നതിന് മുമ്പ് അവൻ ആ കൂടി വരണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എടാ, യു തിങ്ക് ദാറ്റ് നോബഡി ഈസ് വാച്ചിങ് യു. തിങ്ക് ദാറ്റ് യു ആർ ഡാൻസിങ് ഇൻ ഫ്രണ്ട് ഓഫ് അവർ ഓൺ ദാറ്റ് ലിവിംഗ് റൂം, ഇൻ ഫ്രണ്ട് ഓഫ് യുവർ TV. ഫർഗെറ്റ് അബൌട്ട് ദി ഓഡിയൻസ്. അവൻ പെർഫോം ചെയ്തു. അത് കഴിഞ്ഞ് കിട്ടി അവന്റെ അപ്ലാസ് എല്ലാതോടി അവന്റെ ആ സ്റ്റേജ് ഫ്രൈറ്റും ഇതെല്ലാം മാറിക്കിട്ടി. ഇനിയാണ് ഇതുകൊണ്ട് എന്ത് പറ്റുന്നറിയാം, ഇവന് ഏത് സ്റ്റേജിൽ കയറി പ്രസംഗിക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ആയി കഴിഞ്ഞു. ഇന്ന് എത്ര പിള്ളേർക്കുണ്ട് ഇതുപോലെ? എത്ര പിള്ളേർക്ക് അതിന്റെ കോൺഫിഡൻസ് ഉണ്ട്? ഇല്ല. അവൻ അന്നു മുതൽ തന്നെ ഹി ക്യാൻ. അപ്പൊ അങ്ങനെ വന്നിട്ട് പിന്നെ ഞാൻ നോക്കിയിടുന്നതാണ്, ഇവന് സയൻസിൽ നല്ല മാർക്കൊക്കെ ഉണ്ട്. പക്ഷേ രാത്രിയിൽ ഉറക്കം ശരിയായില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ നാട്ടിൽ വരുമ്പോൾ തന്നെ അവിടെ പവർ ഫെയിലിയർ വല്ലതും വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം മുഴുവൻ ഇവൻ ഇങ്ങനെ ഗ്രംബിൾ ചെയ്തുകൊണ്ടിരിക്കും. ഐ കുഡ്ന്റ് ഗെറ്റ് എ സ്ലീപ്പ്, അത് മോസ്കിറ്റോ മറ്റേത് മറിച്ചത്. ഇവൻ ഉറക്കം ശരിയായില്ലെങ്കിൽ അതിനെ കുറിച്ച് ഗ്രംബിൾ ചെയ്യുമ്പോൾ ഞാൻ ഡോക്ടറായിട്ട് മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റി ഡ്യൂട്ടി ഒക്കെ ഇടുമ്പോൾ മെഡിസിൻ, സർജറി, ഓർത്തോപീഡിക്സ് 3 പേരാണ് ഡ്യൂട്ടി എടുക്കുന്നത്. 3 പേർക്കും നൈറ്റ് ഡ്യൂട്ടിയിൽ ഒരു റെസ്റ്റ് ചെയ്യാനുള്ള റൂമുണ്ട്. അത് പേഷ്യൻ്റ് ഒന്നും ഇല്ലെങ്കിൽ അവിടെ ചെന്ന് കിടക്കാം. പേഷ്യൻ്റ് വരുമ്പോൾ ഏതെങ്കിലും നേഴ്സോ അറ്റൻഡറോ ഒന്ന് വിളിക്കും, അപ്പോൾ വന്നാൽ മതി. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കിടക്കുമ്പോൾ ചിലപ്പോൾ സർജറി പേഷ്യൻസിന് വല്ല വന്നിട്ട് അവിടെ അറ്റൻഡർ പറയും സർജറി ഇയാൾ അനങ്കത്ത് പോലില്ല. ചിലർ, എല്ലാവരും അല്ല, ചിലർ. അപ്പോൾ ഞാനിന്ന് പറയും ഏയ് നിങ്ങൾ വിളിക്കുന്ന കേട്ടോ, ഞാൻ വരാം കേട്ടോ, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് കിടക്കും. പിന്നെയും കിടന്ന് ഉറക്കമാണ്. അടുത്തൊരു 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും നേഴ്സ് വരും, അല്ലെ അറ്റൻഡർ വരും, സാറേ ആ സർജറി. അപ്പോഴും ഞാൻ വിളിക്കുമ്പോൾ നാശം എന്ന് പറഞ്ഞുകൊണ്ട് ആയിട്ട് പോവുകയാണ്. അപ്പോൾ ദിസ് പേഴ്സൺ അൺഫിറ്റ്, ആ പ്രൊഫഷനെ പറ്റിയ ആളല്ല. നാശം എന്ന് പറഞ്ഞാൽ പോകുന്ന തന്നെ ദേഷ്യത്തോട് പോവുകയാണ്.
അപ്പൊ ഞാൻ വിചാരിച്ചു ഇവനും ഇതേപോലെ ഡോക്ടറായി കഴിഞ്ഞാൽ ഇതുപോലെ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഡോക്ടർ ഇൻകം ഒരുപാട് കിട്ടും. എനിക്കറിയാമല്ലോ, ബീങ് എ ഡോക്ടർ ഇൻ അമേരിക്ക. സാർ ഒന്ന് ഷോർട്ടാക്കണേ, നമ്മളെ സമയം. ഷോർട്ടാക്കാം. വേറെ എല്ലാത്തിനും നിൽക്കാന്നുണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞിരുന്നാൽ ഒന്നും ആകാശം ഒന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല, ആരും എവിടെയും പോകാൻ പോകുന്നില്ല. ഇരിക്കുന്നവർ ഇരിക്കട്ടെ ശൈലാജി, ഇരിക്കുന്നവർ ഇരിക്കട്ടെ, കേൾക്കട്ടെ സംഗതി. അപ്പോഴ് ആ ഇതിനെ സംഗതി ഇവന്റെ ഞാൻ നോക്കിയുടനെ ഇവൻ ഈ അഡ്വർടൈസ്മെന്റ് എല്ലാം നോക്കിയിട്ട് എന്നിട്ട് പറയും അവരുടെ ലോഗോ, ദേ ഹാവ് ചേഞ്ച് ദാറ്റ് ലോഗോ, ഈസ് നോട്ട് ബെറ്റർ, മറ്റേ മറിച്ചൊക്കെ. അപ്പൊ ഞാൻ ചേട്ടാ ഇവൻ കൊള്ളാം, ആൻഡ് ഹി ലൈക്സ് ടു ട്രാവൽ, ആൻഡ് ഹി ലൈക്സ് മീറ്റിംഗ് ന്യൂ പീപ്പിൾ. അപ്പൊ ഞാൻ ഒരു മാർക്കറ്റിംഗ് അഡ്വർടൈസ്മെന്റ് അതിലോട്ട് വിട്ട് കഴിഞ്ഞാൽ ഇവനെ നാട്ടിലാണ് പിന്നെ ഞാൻ പഠിപ്പിച്ചത്. 7ാം ക്ലാസ് വരെ അമേരിക്കയിൽ പഠിച്ചിട്ട് 8ാം ക്ലാസ് മുതൽ അടുത്ത 10 കൊല്ലം നാട്ടിൽ പഠിച്ചു. MBA ഫ്രം പൂനെ സിംബയോസിൽ നിന്നാണ് അവൻ പാസ്സാകുന്നത്. അപ്പൊ നേരത്തെ അത് ചോദിച്ച ഹ്യൂബർട്ട്, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഇതാണ്. എന്നുവെച്ചാൽ പിള്ളേരെ നമ്മൾ അവരുടെ ആറ്റിറ്റ്യൂഡും പാരന്റ്സ് ആണ്, അതല്ലാതെ കൗൺസിലേഴ്സിന് അടുത്ത് പോയി പൈസ ഒന്നും കളയരുത്. അവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. താങ്ക് യു സാർ. വേസ്റ്റ് ആണ്. ഓക്കെ സാർ, അതൊരു സാറിന്റെ ആ ഒരു ജീവിതത്തിന്റെ തന്നെ ഉദാഹരണമാണ് സാർ കാണിച്ചത്. എന്താ എങ്ങനെ പോവും, എങ്ങനെ വേണം എന്നുള്ളത്. എന്നിട്ട് ഒരു ട്യൂഷനും വിട്ടില്ല. അതും കൂടെ ഒന്ന് പറയണം, ഓർമ്മിക്കണം എല്ലാവരും. ഈ പിള്ളേരെ ട്യൂഷൻ ഒരു ട്യൂഷനും വിട്ടില്ല. സെൽഫായിട്ട് അവർക്ക് തന്നെ പഠിക്കാൻ പറ്റും. ഈ സ്പൂൺ ഫീഡിങ് ആദ്യം നിർത്തണം. ഓക്കെ, അനിൽകുമാർ ഡോക്ടറെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ സംസാരിച്ചു. നമസ്കാരം സാറേ, ഞാൻ ഡോക്ടർ അനിൽകുമാർ, ട്രിവാൻഡ്രം. ഓക്കെ. നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് മുമ്പ്. അപ്പൊ സാറിനെ പോലെ തന്നെ മാസ്ക് ഇടാതെയും വാക്സിൻ എടുക്കാതെയും 3 കൊല്ലമായിട്ട് ഒരു 10,000 കൊറോണ പേഷ്യന്റിനെയും നേരിട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇത് മൊത്തം തട്ടിപ്പാണ്. സാറ് പറഞ്ഞ പോലെ തന്നെ ഞാനും പറയുന്നു, ഒരു കാര്യമില്ല. അത് ചുമ്മാ വിരട്ടക്കവും ഭീഷണിയും. വാക്സിൻ എടുത്തവരാണ് മരിക്കുന്നത് അത്രയും. ഞാനും എന്റെ ഫാമിലിയും വാക്സിൻ എടുത്തിട്ടില്ല. സാറിന്റെ കൂട്ട് ഞങ്ങളുണ്ട്. അത്ര ചലഞ്ച് ചെയ്തുകൊണ്ട് ചെയ്തതാണ്. എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞതാണ്. പ്രോഗ്രാം ചെയ്തപ്പോൾ പറഞ്ഞു കൊറോണയെ പറ്റി പറഞ്ഞു പോയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഒന്നും സംഭവിച്ചില്ല. ഇപ്പോഴും ഒരു മാസ്ക് കൂടാതെ പേഷ്യന്റിന് ഒരു പേടിയൊന്നുമില്ല. ഒരു ദിവസം ചാവും, ജനിച്ച ഒരു ദിവസം ചാവും. അതുകൊണ്ട് സാറിന്റെ ആ വർക്കിനെ എന്താ പറയാ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ പറയാണ്, നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് മൊത്തം പാനിക് ആക്കി കച്ചവടം നടത്തുകയാണ്. അതാണ് എനിക്ക് സമൂഹത്തിനോട് പറയാനുള്ളത്. അനുജത്, ഞാൻ പറഞ്ഞല്ലോ സ്റ്റുപ്പിഡിറ്റി. അതിന്റെ ഏറ്റവും ഹൈറ്റ് ആണ് കേരളത്തിൽ കണ്ടത്. അതായത് കൊറോണ വൈറസ് നമ്മുടെ സർക്കാർ അവർക്കെല്ലാം പറഞ്ഞു കൊടുത്തു. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനും മന്ത്രിയുടെ പറഞ്ഞു. ഞാൻ രാത്രി 10-നും രാവിലെ 6-നും ഇടയ്ക്കാണ് വന്ന് പിടിക്കുന്നത് കേട്ടോ. അത് കാരണം ആരും പുറത്തിറങ്ങരുത്. രാത്രി 10-നും രാവിലെ 6-നും ഇടയ്ക്ക്. പിന്നെ ഞായറാഴ്ചയും ഞാൻ വന്ന് പിടിക്കും. അതുകൊണ്ട് ഗവൺമെന്റ് ഉത്തരവിറക്കി ആ 10-നും 6-നും ഇടയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രിയിൽ ഒന്നില് കൊറോണ പിടിക്കും. അത് മാത്രമല്ല സാറേ, കേരളത്തിൽ തമിഴ്നാട്ടിൽ പോയാലും കർണാടകത്തിൽ പോയാലും പിടിക്കും. അതന്നെ, അപ്പുറത്ത് ബൗണ്ടറി കയറി കഴിഞ്ഞാൽ അവിടെ പിടിക്കും. പിന്നെ അസുഖം വന്നു പോയി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് എവിടെയെങ്കിലും ഒരു കാരാഗൃഹത്തിൽ ഇടും. അവിടെ നമുക്ക് കാണാൻ പറ്റില്ല, മരിച്ചുപോയാലും കാണാൻ പറ്റില്ല. ഇവരെല്ലാം എവിടെ പോയെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആരും കാണുന്നില്ല. പിന്നെ ഇപ്പൊ വരുന്ന രോഗങ്ങൾ കംപ്ലീറ്റ് വാക്സിൻ എടുത്തിട്ടുള്ള ആഫ്റ്റർ എഫക്റ്റ് ആണ്. അല്ലാതുള്ളവർക്ക് ആർക്കും രോഗമില്ല. അല്ലല്ല, ഒരു സെക്കൻഡ് അനിൽജി, ഞാൻ അതിനോട് കടക്കുന്നില്ല. കാര്യത്തിൽ അതിനുള്ള കംപ്ലീറ്റ് ആയിട്ട് എവിഡൻസ് ഇല്ലാത്തതിനെ കുറിച്ച് ഞാൻ ഒന്നും പറയത്തില്ല. ഞാൻ എവിഡൻസ് ഉള്ള കാര്യത്തിൽ വാക്സിൻ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു പ്രൊട്ടക്ട്, നോട്ട് ഗോയിങ് ടു പ്രിവെന്റ്, അത് ഐ എം ഷുവർ. ബാക്കിയുള്ളതിനെല്ലാം ഒരുപാട് ഓരോരുത്തരുടായിട്ടുള്ള ഇത് പറയുന്നുണ്ട്. സോ ഞാൻ ആദ്യം പറഞ്ഞു ഫാക്ട്, എവിഡൻസ്, അത് വെച്ച് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, ധനേഷ് ഡോക്ടറെ സംസാരിച്ചോളൂ. സാറിന് നന്ദി കൂടി പറയണം ധനേഷ് ഡോക്ടർ. തീർച്ചയായും സാറിന്റെ എല്ലാ സെഷനുകളും പോലെ തന്നെ തകർപ്പൻ സെഷൻ തന്നെയാണ് ഇന്ന് നമുക്ക് വേദിക്ക് സമ്മാനിച്ചത്. തീർച്ചയായും ഇതുപോലുള്ള പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം സാർ പറഞ്ഞത് തന്നെയാണ് ഞാനും എൻ്റെ മക്കളിൽ ചെയ്തത്. കാരണം എൻ്റെ മക്കളെ ഞാൻ ട്യൂഷനൊന്നും വിട്ടില്ല. പക്ഷേ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ നിന്ന് കൊടുത്തു. ഒരു കുഴപ്പമുണ്ടായില്ല. അപ്പൊ എല്ലാവരും വിചാരിക്കും അപ്പൊ ഇവിടെ വീട്ടിൽ കുത്തിയിരുന്ന് പഠിപ്പിക്കും. ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ രാവിലെ അവരെ ഒരു 6 മണിയാകുമ്പോൾ എഴുന്നേൽപ്പിക്കുമായിരുന്നു. ചെറിയ പ്രായം മുതൽ തന്നെ 9, 9:30, 10 മണിക്ക് എല്ലാം ലൈറ്റ് ഓഫ് ചെയ്യുമായിരുന്നു. ആ രീതിക്കാണ് പോയത്. പക്ഷെ മൂത്ത ആളിപ്പോ MD ഫൈനൽ ഇയർ ഇപ്പൊ കഴിയുന്നു.
മറ്റേ ഇളയാള് അവൾക്ക് ഡോക്ടർ ആവണ്ട, കമ്പ്യൂട്ടർ സയൻസ് മതി, അന്നേ അങ്ങനെ ഒരു രീതിക്ക് പോയി. അതേ രീതിക്ക് തന്നെ അവൾ പഠിച്ചു. അവൾ TCS ഇപ്പോൾ എഞ്ചിനീയറായിട്ട് ഓസ്ട്രേലിയ വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇവര് പൊതുവെ എല്ലാവരുടെയും ധാരണ ഇതൊക്കെ വിട്ടാൽ മാത്രമേ, അന്ന് നമ്മുടെ നാട്ടിൻപുറത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കുറവായിരുന്നു നമ്മുടെ സാധാരണ സ്കൂളുകളിൽ. അതുകൊണ്ട് മാത്രമാണ് ഒരു ഇംഗ്ലീഷ് മീഡിയത്തിൽ ഞാൻ അവരെ ചേർത്തത്. എന്നാൽ ഇപ്പോഴിപ്പോൾ കാര്യങ്ങൾ മൊത്തത്തിൽ മാറി. നമ്മുടെ സാധാരണ സ്കൂളുകളിലെല്ലാം തന്നെ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. അപ്പം അതിൽ പഠിച്ചവരും ഒത്തിരി പേര് ഡോക്ടർമാരാകുന്നുണ്ട്, എഞ്ചിനീയർമാരാകുന്നുണ്ട്, IAS ആകുന്നുണ്ട്. അപ്പം ഇതില് വേണ്ട ഒരു വ്യത്യാസം ഇല്ല, ലാംഗ്വേജ് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ഈ ലാംഗ്വേജ് അറിയാമെങ്കിൽ പിന്നെ ബാക്കിയെല്ലാം എളുപ്പമായിരിക്കും. പിള്ളേർക്ക് കോമൺ സെൻസും ഈ പറഞ്ഞ പോലെ ഗൈഡ് പിള്ളേരെ നമ്മൾ അവരുടെ ഇഷ്ടത്തിന് വിടുകയും ചെയ്തു കഴിഞ്ഞാൽ അവരെവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തുക തന്നെ ചെയ്യും. അപ്പൊ അത് നമ്മൾ പലരോടും പറയുമ്പോഴും, അയ്യോ സാറേ, മിക്കവാറും നമ്മുടെയൊക്കെ ക്ലിനിക്കുകളിൽ വരുമ്പോൾ പേഷ്യൻസ് പറയുന്ന ഒരു കാര്യം ഇതാണ്: സാറേ, അവർക്ക് ഭക്ഷണം കഴിക്കാൻ നേരമില്ല, വെള്ളം കഴിക്കാൻ നേരമില്ല, രാവിലെ എഴുന്നേറ്റ് ട്യൂഷന് പോകും, അത് കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്ന് ഒരു ഇഡലിയോ ദോശയോ ഞാൻ വാരി കൊടുക്കും, അത് കഴിച്ചിട്ടുണ്ട് അവർ അവിടുന്ന് പോകും. വൈകിട്ട് 5 മണിക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഓടും, വെള്ളം കുടിക്കുക. പിന്നെ അത് കഴിഞ്ഞ് ഈ കുട്ടിക്ക് വായിക്കാൻ സമയമില്ല എന്നുള്ളതാണ് വാസ്തവം. പല ആൾക്കാർക്കും ഈ വായന എന്ന് പറയുന്ന ശീലമില്ലാതെ ട്യൂഷൻ കേട്ട് അല്ലെങ്കിൽ പരീക്ഷ എഴുതി, എന്നിട്ട് ടെൻഷനാണ്, നാളെ പരീക്ഷയുണ്ട്, മറ്റേ കണക്ക് ടീച്ചറുടെ പരീക്ഷയാണ്, ഇന്ന് ഇംഗ്ലീഷ് ടീച്ചറുടെ പരീക്ഷയാണ്. ഈ ടെൻഷൻ പിടിച്ച് പിള്ളേരെല്ലാം ഒരു വല്ലാത്തൊരു മാനസിക അവസ്ഥയിൽ നിൽക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ നമുക്ക് വേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാറ്റം വരുന്നതിന് നമ്മളൊക്കെ ഓരോ സ്കൂളുകളിലും ചെന്ന് അവരെ ബോധവൽക്കരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. അതും ഒരു വലിയ പ്രധാനമാണ്, പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ എല്ലാവരുടെയും ഒരു ധാരണ ഡോക്ടറോ എഞ്ചിനീയറോ ആയാലേ ഇതൊക്കെ ആവും. അതും തെറ്റാണ്. ഇന്ന് നമ്മള് ഏത് പ്രൊഫഷനിൽ പോയാലും അവിടെ എല്ലാം നേട്ടം കൊയ്യുന്നവർ ഒത്തിരി പേരുണ്ട്. അപ്പം പരാജയം ഒരാൾക്ക് ഉണ്ടാകുന്നെങ്കിൽ ആ പരാജയത്തിന്റെ കാരണം സാറ് നേരത്തെ പറഞ്ഞ പോലെ അവനവന്റെ ഉള്ളിലുള്ള ഭയപ്പാടുകൾ തന്നെയാണ് ആ പരാജയത്തിന്റെ കാരണം. ഞാൻ ഇത് ചെയ്താൽ എന്നെ കൊണ്ടാവില്ല, സാറിന്റെ മോൻ ആദ്യം പറഞ്ഞ പോലെ. പക്ഷെ നമ്മളതല്ല, നിന്നെ കൊണ്ട് പറ്റും, നീ അത് ചെയ്ത് നോക്ക്, നിനക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്ത് നോക്ക്, നീ നിന്റെ രീതിയിൽ തന്നെ ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു ധൈര്യം, ആ ഒരു ആത്മവിശ്വാസം കൊടുക്കുന്ന ആ ഒരു പ്രവണതയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു സെഷൻ നമുക്ക് വളരെ ഗംഭീരമാക്കാൻ പറ്റി. ഇനിയും വേണുഗോപാൽ സാറിന്റെ ഈ ഇതുപോലുള്ള അർത്ഥവത്തായതും എന്നാൽ വളരെ നല്ല തമാശയോട് കൂടിയ പ്രസന്റേഷനും നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിന്റെ ഉള്ളിൽ കയറിപ്പറ്റുന്ന രീതിയിലുള്ള വാക്കുകളും തീർച്ചയായും നമുക്ക് അഭിനന്ദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല നിമിഷങ്ങളാണ് സമ്മാനിച്ചത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാവുന്ന കാര്യങ്ങളുമാണ്. ഈ അറിവുകൾ നമ്മളെ എല്ലാവരെയും പുതിയ തലങ്ങളിൽ എത്തിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഒരു 2 കാര്യം കൂടി പറഞ്ഞോട്ടെ. ഒന്ന്, അതായത് എന്റെ മകന്റെ അടുത്ത് ആദ്യം പറഞ്ഞു, ഞാൻ ക്ലാസ്സിൽ ഒന്നാമനാകണം എന്ന് പറഞ്ഞു ഒരിക്കലും നീ ആഗ്രഹിക്കരുത്. ഈ നമ്പർ 1 ഇതാണ് കമ്പാരിസനും ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. നീ ക്ലാസ്സിൽ 20 പിള്ളേരുണ്ടെങ്കിൽ ട്രൈ ടു ബി വിത്തിൻ ദി ടോപ്പ് 20 or 25%. 5-നകത്ത് നിൽക്കാൻ നോക്കും. അപ്പോൾ തന്നെ സ്ട്രെസ് കുറഞ്ഞു, മനസ്സമാധാനം കിട്ടിക്കഴിഞ്ഞു. അതാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തത്, എന്റെ ടോക്ക് എല്ലാ ആഴ്ചയും ഞാൻ പറഞ്ഞു, ഇനി ഈ വ്യാഴാഴ്ച ഉള്ളത് കള്ളം, സൈക്കോളജി ഓഫ് ലൈയിങ്. എല്ലാ വ്യാഴാഴ്ചയും അതിന്റെ ലിങ്കും ഞാൻ തന്നു, എന്റെ വാട്സാപ്പ് നമ്പറും തന്നു. ഇഫ് യു കോൺടാക്ട് മീ, ഐ വിൽ ഇൻക്ലൂഡ് യു. യു വിൽ ബി ഏബിൾ ടു. ഒരു 100ഓളം ഞാൻ വെബിനാർ കൊടുത്തു കഴിഞ്ഞു. 50-55 എണ്ണമെങ്കിലും യൂട്യൂബിൽ കിടപ്പുണ്ട്. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. അപ്പോ വേണുഗോപാൽ സാറിന്റെ വളരെ രസാവഹമായ ഒരു ക്ലാസ്സോടുകൂടി ഇന്നത്തെ മലയാള സെഷൻ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നു. ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത വേണുഗോപാൽ സാറിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ശുഭരാത്രി നേർന്നുകൊണ്ടും മറ്റെല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. നാളെ നമ്മുടെ ഈ വേദിയിൽ നമ്മുടെ ബഹുമാന്യനായ കുമാരനാശാൻ എന്ന നമ്മുടെ കേരളത്തിലെ തന്നെ അത്ഭുതം എന്ന് പറയാവുന്ന വ്യക്തിത്വത്തിന്റെ 100ാം ചരമദിന
ആചരണമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ IFBHും അത് നാളെ ഈ വേദിയിൽ ആചരിക്കുകയാണ്. എല്ലാവരും കൃത്യമായും പങ്കെടുക്കണമെന്ന് ഒരു അഭ്യർത്ഥനയോടുകൂടി ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.